അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ റഹ്മാനായ റബ്ബിൻ്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിച്ചും പാലിച്ചും തക്കവ മുറുകെ പിടിച്ചും മുന്നോട്ട് പോകണം എന്ന് പറയുന്ന എന്നോട് ആദ്യമായും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് ഹിദായത്തിൽ അടിയുറച്ച് നിൽക്കുവാനും ഈമാൻ കിട്ടി മരിക്കുവാനും ആദ്യവസരത്തിൽ തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുവാനുമുള്ള അപാരമായ തുല്യതയില്ലാത്ത തൗഫീഖ് നൽകപ്പെടുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ, ഭാഗ്യവതികളിൽ, സാധുക്കളായ നമ്മെല്ലാവരെയും റഹ്മാനായ റബ്ബ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളിതുവരെ വന്നു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുന്നതോടൊപ്പം നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുള്ള മുഴുവൻ നന്മകളും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, അല്പസമയം വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിലേക്ക് ഉൾപ്പെടുത്തുവാനാണ് നമ്മൾ ഈ ഒരു സമയത്ത് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരമൊരു സദസ്സിനെക്കുറിച്ച് പറഞ്ഞത്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഒരാളും ഒരു സദസ്സിൽ പോയി ഇരിക്കുന്നില്ല എന്നാണ്. മാ ജലസ ഖൗമുൻ യദ്കുറൂനല്ലാഹ ഇല്ലാ നാദാഹും മുനാദിം മിനസ്സമാ. ആകാശലോകത്തിൽ നിന്നും വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയുമെന്നാണ്. ഖൂമു മഗ്ഫൂറൻ ലക്കും ഖദ് ബുദ്ദിലത് സയ്യിആതുകും ഹസനാത്ത്. അത് ഈ സദസ്സിലാകട്ടെ, അള്ളാഹുവിനെ ഓർക്കുന്ന ഏതൊരു സദസ്സ് കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ ആകാശത്ത് നിന്ന് വിളിച്ചു പറയുന്നതാണ്. എന്താ പറയണത്? പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടവരായ നിലക്ക് നിങ്ങൾ എണീറ്റ് പോയിക്കോളി എന്നാണ്. മാത്രവുമല്ല, ഖദ് ബുദ്ദിലത് സയ്യിആതുകും ഹസനാത്ത്. ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറിയ പാപങ്ങൾ പോലും നന്മകളാക്കി മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട് എന്ന് സന്തോഷവാർത്ത അറിയിക്കപ്പെടുമെന്നാണ്. ഇന്ന് എത്രയൊരു സമയമാണോ നമ്മളിവിടെ ഇരിക്കുന്നത്, ആ സമയം മുഴുവനും മലക്കുകളുടെ തുടരെയുള്ള പ്രാർത്ഥനകൾ കിട്ടുമെന്നും ആ സദസ്സ് പിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് വേണ്ടി ആകാശലോകത്തും വിളിച്ചു പറയുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു സദസ്സിൻ്റെ, ദീനി സദസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. റഹ്മാനായ റബ്ബ് നമ്മെല്ലാവരെയും അതിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
വളരെ പരിമിതമായൊരു സമയമെടുത്ത് വളരെ ഗൗരവപ്പെട്ട ചില കാര്യങ്ങൾ പറയാനാണ് പ്രിയപ്പെട്ടവരെ ഉദ്ദേശിക്കുന്നത്. ഈ സദസ്സിൽ ഇപ്പോൾ സന്നിഹിതരായിട്ടുള്ള എല്ലാ ആളുകളുടെയും ഏറ്റവും വലിയൊരു ലക്ഷ്യം എന്തായിരിക്കും? സ്വർഗ്ഗമാണ് അല്ലേ? അക്ഷരം തെറ്റാതെ നമ്മൾ പറയും സ്വർഗ്ഗാണെന്നാണ്. നരകമോചനമാണ്. കത്തിയാളുന്ന നരകത്തിൽ നിന്നും രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ തന്നെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഫമൻ സുഹ്സിഹ അനിൻ നാരി വ ഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. നമ്മളെപ്പോഴും കേൾക്കുന്ന ആയത്താണ്. പക്ഷെ സുഹൃത്തുക്കളെ, എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, സ്വർഗം നേടുക എന്ന് പറയുമ്പോൾ പലപ്പോഴും അതിൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് എന്താ അറിയോ? നമ്മുടെ ജീവിതത്തിൽ നാം അറിഞ്ഞോ അറിയാതെയോ ചെയ്തു കൂട്ടിയ പാപങ്ങളാണ്. അറിഞ്ഞോ അറിയാതെ ചെയ്തു വന്ന പാപങ്ങളാണ് യഥാർത്ഥത്തിൽ സ്വർഗ വഴിയിലെ ഏറ്റവും വലിയ തടസ്സം. അതുകൊണ്ട് തന്നെ സ്വർഗം ശരിക്ക് മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കിനാവ് കാണുന്നവരാണ് നമ്മളെങ്കിൽ, എന്നേക്കുമായിട്ടുള്ള കണ്ണ് നമ്മൾ അടക്കുമ്പോൾ പിന്നീട് ആ കണ്ണ് തുറക്കുന്നത് സ്വർഗത്തിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയാകണമെന്ന് ആത്മാർത്ഥമായി കൊണ്ട് കൊതിക്കുന്നവരാണ് നമ്മളെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിൽ ഉള്ള ഏറ്റവും വലിയ തടസ്സമെന്ന് പറയുന്നത് പാപങ്ങളാണ്. ആ പാപങ്ങൾ ഇല്ലായ്മ ചെയ്തേ പറ്റൂ എന്നാണ്. പാപങ്ങൾ പരിഹരിച്ചെടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ഈ പറയപ്പെട്ട ലക്ഷ്യം പൂവണിക്കാൻ കഴിയും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച കുറേ കാര്യങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏറ്റവും കൂടുതൽ അവസരങ്ങൾ നൽകണം എന്തിനാണെന്നറിയോ? നമ്മുടെ പാപങ്ങളില്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന സ്വർഗം ഒരുക്ക വെക്കപ്പെട്ടിട്ട് റഹ്മാനായ റബ്ബ് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബികും വജന്ന അർളുഹസ് സമാവാതു വൽ അർളു ഇദ്ദത ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്ക് വേണ്ടി മാത്രം ഒരുക്ക വെക്കപ്പെട്ടിട്ടുള്ള ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ വേഗം വരൂ എന്ന് പറയുന്നതിന് മുൻപ് റഹ്മാനായ റബ്ബ് മുന്തിച്ചത് എന്തിനെയാണ്? വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും. നിങ്ങളുടെ രക്ഷിതാവിൻ്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾ വേഗത്തിൽ വരൂ എന്നാണ്. അതെന്താ അങ്ങനെ? പാപമോചനം ലഭിച്ചെങ്കിലേ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് സാധ്യമാവുകയുള്ളൂ. നോക്കൂ നിങ്ങൾ, നമ്മളിപ്പോൾ അല്ലാഹു അക്ബർ എന്ന് നിസ്കാരത്തിൽ കൈകെട്ടിയിട്ട് പറയണത് എല്ലാ കാര്യങ്ങളും സിംഹഭാഗവും എന്താണ്? നമ്മുടെ പാപങ്ങൾ പുറത്തുതരാൻ വേണ്ടിയിട്ടല്ലേ അല്ലേ? ഓരോ ഭാഗങ്ങളും അതിനാണ്. അവസാനം നിങ്ങൾക്ക് തശഹുദിലിരുന്നൊരു എന്താ പറയുക, എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ, നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഓടി വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, റസൂലേ, ആ ഒരു സമയത്ത് ഉത്തരം ലഭിക്കപ്പെടുമെന്ന് പറയുന്ന സമയത്ത് ഞാൻ എന്താണ് ഏറ്റവും കൂടുതൽ ചോദിക്കേണ്ടത് പറഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന ഏതാ? അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കതീറാ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത എന്നുള്ള പ്രാർത്ഥന അല്ലേ? ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തു കൂട്ടി അല്ലാഹുവേ, ഈ പാപങ്ങൾ നീ എനിക്ക് പുറത്തു തരണമെന്നാണ്. നോക്കൂ നിങ്ങൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് സലാം വീട്ടിന് ശേഷം ആദ്യം നമ്മൾ പറയുന്ന വാക്കെന്താ? വീണ്ടും അസ്തഗ്ഫിറുല്ലാഹ് എന്നാണ്. പാപമോചനമാണ്. എന്തിനേറെ പറയുന്നു, ഒരു ഉമ്മ പ്രസവിച്ചവനെ പോലെ പാപത്തിൽ നിന്നും രക്ഷപ്പെട്ടവനായിക്കൊണ്ടാണ് ഒരു മനുഷ്യൻ ഹജ്ജ് നിർവഹിച്ച് വരുമ്പോൾ വരിക അല്ലേ? ഹജ്ജ് നിർവഹിച്ചിട്ട് മടങ്ങുന്നത് അങ്ങനെയാണ്. പക്ഷെ ആ ഹജ്ജ് നിർവഹിച്ച് വരുമ്പോൾ പോലും റഹ്മാനായ റബ്ബ് പറഞ്ഞതെന്താ? സുമ്മ അഫീദു മിൻ ഹൈസു അഫാലന്നാസ് വസ്തഗ്ഫിറുല്ലാഹ്. എന്താ? ജനങ്ങൾ ഒഴുകുന്നിടത്തേക്ക് ഇങ്ങനെ ഒഴുകി അവരിങ്ങനെ വരുന്ന രംഗം പറഞ്ഞിട്ട് പറയണേ, പിന്നെ അവരും റബ്ബിനോട് ആവശ്യപ്പെടേണ്ടത് എന്താണ്? പാപമോചനമാണെന്നാണ്. നോക്കൂ നിങ്ങൾ, അങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന പാപങ്ങളെ എങ്ങനെയെങ്കിലും കഴുകിക്കളയാൻ വേണ്ടിയിട്ടാണ് റഹ്മാനായ റബ്ബ് ചെറുതും വലുതുമായി ഒരുപാട് അവസരങ്ങൾ നമുക്ക് നൽകുന്നത്. ഇപ്പം നമ്മൾ ആ സലാം വീട്ടിയിട്ട് ഇപ്പോൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 33 തവണ ചൊല്ലി, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പ്രാർത്ഥനയും പ്രാർത്ഥിച്ചാൽ അള്ളാഹു നമുക്ക് തരാമെന്ന് പറഞ്ഞ ഓഫർ എന്താ? സ്വർഗത്തിൽ നിന്ന് പദവി എന്നല്ല പറഞ്ഞത്. ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വ ഇൻ കാന മിസ്ല സബദിൽ ബഹരി. കടലിലെ നുരയോളം ചെറിയ പാപങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞാൻ പുറത്തു തരാമെന്നാണ്.
ഭക്ഷണം കഴിച്ച് കൈ കഴുകി അൽഹംദുലില്ലാ എന്ന് പറയാൻ ഒരാൾക്കൊരു തൗഫീക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെയും റഹ്മാനായ റബ്ബ് കൊടുത്ത ഓഫർ എന്താ? നിന്റെ മുൻകാല പാപങ്ങൾ പുറത്തുതരാമെന്നാണ്. എന്തിനാ സുഹൃത്തുക്കളെ ഇത്രയേറെ അവസരങ്ങൾ റബ്ബ് നമുക്ക് തന്നത്? എന്തിനാണെന്നറിയോ? അത്രയേറെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ കഴുകിക്കളയുക എന്നുള്ളത്. ആ ഒരു ഭാഗം ഒരാൾ ശ്രദ്ധിക്കാതെ, ഞാൻ പറയുന്ന ഓരോ വാക്കുകൾ ശ്രദ്ധിക്കണം. പാപങ്ങൾ കഴുകിക്കളയുവാനുള്ള ശ്രദ്ധ ഒരു മനുഷ്യന് ഇല്ലാതെ അവരെന്ത് നന്മ ചെയ്തിട്ടും കാര്യമില്ല. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചില പാപ്പരന്മാരായ ആളുകളെ കുറിച്ച് പറയണില്ലേ? നാളെ പരലോകത്ത് ചില ആളുകൾ വരുന്നതാണ്, പാപ്പരന്മാരാണവർ. എന്തേ കാര്യം? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ കുറേ നന്മകളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതോടൊപ്പം പാപങ്ങൾ ഇങ്ങനെ അപ്പുറത്തൊരുപാടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റഹ്മാനായ റബ്ബ് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ കഴുകിക്കളഞ്ഞ് സ്വർഗ വഴി ഉറപ്പുവരുത്താൻ ചെറുതും വലുതുമായി ഒരുപാട് അവസരങ്ങൾ നൽകിയ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫറാണ് വിശുദ്ധ റമളാൻ എന്ന് പറയുന്നത്. വിശുദ്ധ റമളാനിലേക്ക് ശരിക്കും നമ്മൾ പ്രവേശിച്ചാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മെച്ചം എന്താണെന്ന് വെച്ചാൽ സുഹൃത്തുക്കളെ, എന്താ അറിയോ? നമ്മുടെ പാപങ്ങൾ അങ്ങോട്ട് കളയാൻ പറ്റുന്നുള്ളത് തന്നെയാണ്. പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഒരു പുതിയ മനുഷ്യനായിക്കൊണ്ട് രൂപാന്തരം പ്രാപിക്കാൻ നമുക്ക് കഴിയും. അതിനാ റഹ്മാനായ റബ്ബ് നമുക്ക് റമളാൻ നൽകുന്നത്. അതിനാണ് വിശുദ്ധ റമളാൻ നമുക്ക് നൽകുന്നത്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, റമളാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 കർമ്മങ്ങൾ ഏതാ? ഒന്ന് നോമ്പല്ലേ, 2 രാത്രി നിസ്കാരമല്ലേ. പകലിലെ മുഴുവൻ നോമ്പും രാത്രിയിൽ അല്പഭാഗം നീർച്ചൽ നിസ്കാരമാണ്. എന്താ ഇപ്പോൾ അള്ളാഹ് റസൂൽ അതിനിട്ട വില? അള്ളാഹ് റസൂൽ പറയാണ്, ഒരേപോലെ പറഞ്ഞത്, മൻ സോമ റമളാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും റമളാനിൻ്റെ പകലിൽ നോമ്പ് നോറ്റാൽ അവൻ്റെ പാപങ്ങൾ ഞാൻ പുറത്തു കൊടുക്കുന്നതാണ്. പിന്നെയും പറഞ്ഞു, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും റമളാനിൻ്റെ രാത്രി പ്രതിഫലേച്ഛയോട് കൂടെ നിന്ന് നിസ്കരിച്ചാൽ അവൻ്റെ പാപങ്ങൾ റഹ്മാനായ റബ്ബ് പുറത്ത് തരുന്നതാണ്. അപ്പോൾ ആലോചിക്കും സുഹൃത്തുക്കളെ, റമളാനുണ്ട് വന്നു കഴിഞ്ഞാൽ രാവും പകലും മുഴുവനും പാപങ്ങൾ പുറത്തു തരപ്പെടുന്ന അവസ്ഥയാണ് നമുക്കുള്ളത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വിശുദ്ധ റമളാൻ എന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഗിഫ്റ്റ് ഞാൻ അവനക്ക് കൊടുത്തിട്ടും അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടിപ്പിക്കുവാൻ അവനക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ കരുണയിൽ നിന്നും ആ മനുഷ്യൻ അകന്നു പോകട്ടെ എന്നാണ്. ഇതാരാ പ്രാർത്ഥിച്ചതെന്നറിയോ? പ്രാർത്ഥിക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമ പ്രാർത്ഥിക്കുന്നത്. ആരാ സുഹൃത്തുക്കളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുന്നത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാകുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു റമളാൻ കൂടെ കൂടുതൽ കിട്ടുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത കിട്ടലാണ്. റഹ്മാനായ റബ്ബ് നമുക്ക് നൽകുന്ന വല്ലാത്തൊരു അവസരമാണ്. അതിൻ്റെയൊക്കെ മഹത്വം ശരിക്ക് തിരിച്ചറിഞ്ഞിട്ടേ സുഹൃത്തുക്കളെ നമ്മളതിലേക്ക് പ്രവേശിക്കാൻ പാടും. സാധാരണ വന്നു പോകുന്ന രൂപത്തിലൊരു മാസമല്ലത്, സാധാരണയുള്ളൊരു 10-30 ദിവസമല്ല ഇത് നമ്മുടെ സ്വർഗ വഴി ഉറപ്പ് വരുത്താം റഹ്മാനായ റബ്ബ് ചില ആളുകൾക്ക് മാത്രം കൊടുക്കുന്ന തൗഫീഖാണ്. കത്തിയാളുന്ന നരകത്തിലേക്ക് പോകാതിരിക്കാനും അതിന് കാരണമായ എല്ലാ പാപങ്ങളിൽ നിന്നും ഒന്നങ്ങോട്ട് കഴുകിക്കളഞ്ഞ് നല്ലൊരു ജീവിതം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് റഹ്മാനായ റബ്ബ് ഈ സംഭവം നമുക്ക് നൽകുന്നത്. സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? നമ്മളെ എങ്ങനെയെങ്കിലും സ്വർഗത്തേക്കാക്കാനാണ്. സ്വർഗത്തേക്കാക്കാൻ തന്നെയാണ് റബ്ബ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ ബോധം നമുക്കുണ്ടാകണം എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ടാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുടെ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു റസൂലിൻ്റെ അരികിൽ വന്നിട്ട് മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു ഒരു സ്വപ്നം കണ്ട കഥ പറയുന്നുണ്ട്. എന്താ സംഭവം എന്നറിയോ? അത്ഭുതപ്പെടുത്തുന്നൊരു സ്വപ്നമായിരുന്നു. ജൂതന്മാരുടെ കൂട്ടത്തിൽ നിന്നും ഒരേ പ്രായത്തിലുള്ള 2 ആളുകൾ ഒരേ സമയം ഇസ്ലാമിലേക്ക് വരികയാണ്. ഒരേ സമയം ഇസ്ലാമിലേക്ക് വന്നു. അദ്ദേഹത്തിലെ ഒരാൾ പിന്നെ യുദ്ധത്തിൽ ഇറങ്ങി പിന്നെ ഷഹീദാകാണ്. യുദ്ധത്തിലേക്ക് വന്ന് ഷഹീദായി അദ്ദേഹം രക്തസാക്ഷിത്വം ലഭിച്ചിട്ടാണ് മരിക്കുന്നത്. 2ാമത്തെ മനുഷ്യൻ 1 വർഷം കൂടി അധികം ജീവിച്ചു. എന്നിട്ട് അദ്ദേഹം സാധാ രൂപത്തിലാണ് മരിച്ചത്.
എന്താ സംഭവം അറിയുങ്ങൾ? ഈ 2 പേരെയും ത്വൽഹ റളിയല്ലാഹു അൻഹു സ്വപ്നം കാണാൻ. എന്താ സ്വപ്നം? സ്വപ്നം എന്താ? സ്വപ്നം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്നുള്ള ആ ഒരു വാതിൽ ആദ്യമായി തുറന്നു കൊടുക്കപ്പെടുന്നത് സാധാ രൂപത്തിൽ മരിച്ച ആൾക്കാണ്. അദ്ദേഹം സ്വർഗത്തിൽ പോയിട്ടാണ് രണ്ടാമത്തെ ആൾ പോണതെന്നാണ്. അപ്പോൾ ഭയങ്കര അത്ഭുതമായി. സാക്ഷാൽ ഷഹീദ് പോകുന്നതിന് മുൻപേ മറ്റേ സാധു എങ്ങനെ പോയി എന്നാണ് ചർച്ച. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണെന്നറിയോ? അലൈസ ഖദ് മക്സഹാദ ബഅദഹു സനാം. അല്ല കൂട്ടരെ, നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞ് രണ്ടാമത്തെ ആൾ 1 വർഷം കൂടി ജീവിച്ചു എന്നുള്ളത് അല്ലേ? രണ്ടാമത്തെ ആൾ 1 വർഷം കൂടി അധികം എക്സ്ട്രാ ജീവിച്ചില്ലേ? അവർ പറഞ്ഞു അതെ റസൂലേ. എങ്കിൽ ഫഅദ്റക റമളാന. അള്ളാന്റെ റസൂൽ ആദ്യമായി കൊണ്ടതാ പറയുന്നു ഫഅദ്റക റമളാന. എങ്കിൽ ആ മനുഷ്യനിക്കൊരു റമളാൻ മാസം വീണ് കിട്ടിയില്ലേ? ഫസോമഹു. ആ റമളാൻ മാസം വന്നപ്പോൾ 10-30 ദിവസം അദ്ദേഹം നോമ്പ് നോറ്റില്ലേ? വസല്ലാ കദാ വകദാ സജദ. അദ്ദേഹം ഇത്ര സുജൂദുകൾ നിർവഹിച്ചില്ലേ? മറ്റൊരു ഹദീസിൽ 1800ഓളം റക്അത്തുകൾ അദ്ദേഹം നിസ്കരിച്ചില്ലേ? 1 വർഷം ജീവിക്കുമ്പോൾ കിട്ടുന്ന മെച്ചാണ്. 1 വർഷം ഒരു വിശ്വാസിയായിക്കൊണ്ട് ഭൂമി ലോകത്ത് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവന് കിട്ടുന്ന മെച്ചാണ് ആ പറയണത്. അതിൽ അള്ളാഹുവിൻ്റെ റസൂൽ എടുത്തു പറഞ്ഞ സംഗതിയാണ് എന്ത്? ആദ്യം തന്നെ ലിസ്റ്റ് വായിച്ചു പറഞ്ഞ സംഗതിയാണ് റമളാൻ കിട്ടിയില്ലേന്ന്. റമളാൻ കിട്ടിയില്ലേന്ന്. ആ കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമായോ? കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമായതല്ല, കിട്ടിയ റമളാനിനെ ഏറ്റവും നന്നായിക്കൊണ്ട് ഉപയോഗപ്പെടുത്തിയവരാണ് നമ്മുടെ മുൻഗാമികൾ. ആ റമളാനിനെ ശരിക്കും 1 വർഷത്തെ റമളാനാണ് അദ്ദേഹത്തിൻ്റെ പദവി ഇത്രയേറെ ഉയർത്തിക്കൊടുക്കാൻ കാരണമെന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആയുസ്സിൽ ഒരിക്കൽ കൂടെ ഒരു റമളാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ആനുകൂല്യമാണ്. നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോഴും നമ്മൾ എത്തിയിട്ടില്ല. നമ്മളൊക്കെ വിചാരം നമ്മളതിലേക്ക് ഉണ്ടാവുന്നുള്ളൂ. റബ്ബ് എത്തിക്കുമാറാകട്ടെ. പക്ഷേ സുഹൃത്തുക്കൾ, ആർക്കും പറയാൻ പറ്റും? ഒരാൾക്കും ഉറപ്പില്ല. അതുകൊണ്ട് ഈ സമയത്ത് എന്ത് വേണമെന്നറിയോ? ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. എന്താ റമളാൻ വരുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷിക്കുന്നതാണ്, സ്വഹാബാക്കളെ സന്തോഷിപ്പിക്കുന്നതാണ്. ഇതാ റമളാൻ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. അതാക്കും ഷഹറും മുബാറക്. അനുഗ്രഹപൂർണമായ മാസം ഇതാ കൂട്ടരെ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. റമളാൻ മാസൻ്റെ 1-ാമതായി കഴിഞ്ഞാൽ തന്നെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്ത് വല്ലാത്ത സന്തോഷമാണ്. സ്വഹാബാക്കളെ സന്തോഷിപ്പിക്കുകയാണ്. നിങ്ങൾ സന്തോഷിച്ചു കൊള്ളിയെന്നാണ്. കാരണം എന്താ അറിയോ നിങ്ങൾ? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള എല്ലാ നിലക്കുമുള്ള അനുകൂലമായ സാഹചര്യം പടച്ച റബ്ബ് ആ റമളാൻ മാസത്തിൽ അങ്ങോട്ട് ഒരുക്കി തരികയാണ്. എന്താ പ്രത്യേകത? നമ്മളെല്ലാവരും കേട്ട സംഭവമാണ്. ഇദാകാന അവ്വലു ലൈലത്തിൻ. 1-ാമത്തെ രാത്രിയാകുമ്പോൾ, ഒരു മഗ്‌രിബാണല്ലോ ഇപ്പോൾ മാസം കണ്ടു എന്ന് പറയാം അല്ലേ? ആ മാസം കണ്ടു എന്ന് പറയുന്ന ആ സമയമാകുമ്പോൾ സഹോദരങ്ങളെ, സുഫിദത്തി ശയാത്തീൻ, പോക്കിരികളായ, നിരന്തരമായി നമ്മളെ തിന്മയിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന പോക്കിരികളായ പിശാചുക്കളെ മുഴുവനും ബന്ധനസ്ഥനാക്കപ്പെടുമെന്നാണ്. പിന്നെയോ വഗുല്ലികത് അബ്വാബുൽ നാർ. നരകത്തിൻ്റെ 7 കവാടങ്ങളും പിന്നെ അടച്ചിടപ്പെടുമെന്നാണ്. ഫലം യുഫ്തഹ് മിൻഹ ബാബുൻ. അതുപോലെ തന്നെ വഫുതിഹത് അബ്വാബുൽ ജിനാൻ. സ്വർഗത്തിലെ 8 കവാടങ്ങളും മലർക്കെ തുറക്കപ്പെടുമെന്നാണ്. എന്നിട്ടോ വനാദാ മുനാദിം യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ. പിന്നീട് വിളിച്ചു പറയുന്നതാണ്. ആകാശ ലോകത്തുനിന്നൊരു വിളി വിളിക്കുന്നതാണ്. നമ്മളാരാ വിളി കേട്ടിട്ടില്ല. പക്ഷെ എന്താ അറിയോ? ഇൻഷാ അല്ലാഹ് റമളാനിലേക്ക് നമ്മൾ ബാക്കിയാകുമെങ്കിൽ ആ വിളി നമ്മുടെ കാതിൽ പതിയണം. നമ്മളാരെങ്കിലും സ്വർഗം കണ്ടോ? സ്വർഗം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരല്ലേ? എന്നതുപോലെ തന്നെ സുഹൃത്തുക്കളെ, അന്നത്തെ ദിവസം ഇൻഷാ അല്ലാഹ് ഒരു വിളി വരുന്നതാണ്, ഒരു അനൗൺസ്മെൻറ്റ് വരുന്നതാണ്. നമുക്കാർക്കത് കേൾക്കാൻ കഴിയില്ല, പക്ഷെ വിശ്വാസിയുടെ കാതിൽ ആ വിളി മുഴങ്ങണം. അന്നത്തെ മഗ്‌രിബ് മുതൽ വിളി മുഴങ്ങിയിരിക്കണം. എന്താ മൊഴി? യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ. നന്മ ഉദ്ദേശിക്കുന്നവനെ, ഇനി നിന്റെ ദിവസങ്ങളാണ്, നീ ഇങ്ങോട്ട് വേഗം വാ എന്നാണ്. ഇനി നന്മകൾ സമ്പാദിക്കുവാനുള്ള വല്ലാത്ത അവസരങ്ങളാണെന്നാണ്. പക്ഷെ എന്താ അറിയോ നിങ്ങൾ, അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടെങ്കിലും നന്മയുടെ, നമ്മൾ സാധാരണ പറയല്ലേ പുണ്യങ്ങളുടെ പൂക്കാലം എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറില്ലേ, അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് ഏറ്റവും നന്നായിക്കൊണ്ട് ഉപയോഗപ്പെടുത്താൻ ആർക്ക് കഴിയുള്ളൂ എന്നറിയോ?
ഇനി പറയാൻ പോണ ചില കാര്യം ശ്രദ്ധിച്ച ആൾക്ക് പറ്റുള്ളൂ. അല്ലാത്തവർക്ക് ഇപ്പം എന്താ ഉണ്ടാകുക? അല്ലാത്തവർക്ക് റമദാൻ വരാമെന്ന് പറഞ്ഞാത്തൊരു ഇടങ്ങറായിരിക്കും. വന്നാൽ തന്നെ എങ്ങനെയെങ്കിലും ഞെക്കിയും പിടിഞ്ഞിട്ട് അത് അങ്ങോട്ട് ഒരു ഭാഗത്ത് കണ്ട് ഒപ്പിക്കലായിരിക്കും. വന്നില്ലേ, ഇനിയിപ്പോൾ എങ്ങനെയാണ് മുസ്ലിമായി പോയില്ലേ, ഇനി ചോറിപ്പോൾ എവിടെ നിന്നാലും പോയാൽ കിട്ടൂല, ഭക്ഷണം കിട്ടൂല, ഹോട്ടലിൽ പോയിക്കൊണ്ട് കഴിക്കാൻ പറ്റൂല. എന്താ താത്ത ഇവിടെ വന്നിക്കണേ, എന്താ കാക്കങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് നാട്ടുകാർ പറയൂലേ, പെരയൊന്നും ചോറേക്കാൻ കിട്ടൂല, പുറത്തുനിന്ന് പോകാൻ പറ്റില്ല. ആകപ്പാടെ വീർപ്പ് മുട്ടിയിട്ട് ആരൊക്കെയോ പിരാഗയും പറഞ്ഞിട്ടും എങ്ങനെയെങ്കിലും കണ്ട് കഴിഞ്ഞ് കിട്ടിയാൽ മതിയേനൂന്ന് ഇങ്ങനെ ആലോചിക്കുന്ന അവസ്ഥയ്ക്കൊന്നും സുഹൃത്തുക്കളെ നമ്മൾ പോകാൻ പാടില്ല. അത് ഇനിയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് തോന്നൂല. ഇനിയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ പറയുമ്പോൾ നമുക്ക് തോന്നിക്കൊള്ളുന്നുണ്ടാവില്ല. അതുകൊണ്ട് എന്താ പറയുക, നമ്മുടെ മനസ്സിൽ ഇൻഷാ അല്ലാഹ് വല്ലാത്തൊരു സന്തോഷമാണ് ഉണ്ടാകേണ്ടത്. ആ റമദാനിനെ ഏറ്റവും നന്നായിക്കൊണ്ട് ഉപയോഗപ്പെടുത്തണമെന്നുണ്ട് എങ്കിൽ ഇപ്പോൾ നമ്മൾ എടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ചില പോയിന്റുകളുണ്ട്. അതൊന്ന് ഓർത്തെടുക്കാനാണ് നമ്മളിവിടെ കൂടിയിട്ടുള്ളത്. എന്താ അറിയുക, ഒന്ന് സുഹൃത്തുക്കളെ, നമ്മൾ ആത്മാർത്ഥമായിക്കൊണ്ടൊരു വിചാരണക്ക് വിധേയമാകണം. നമ്മൾ നമ്മളെക്കുറിച്ചൊരു ആത്മവിചാരം നടത്തണം. എന്താ റബ്ബ് ഇടയ്ക്ക് ചോദിച്ചില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു, യാ അയ്യുഹല്ലദീന ആമനൂ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുറു നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. അല്ലയോ വിശ്വാസികളെ, പടച്ചോനെ പേടിച്ചിങ്ങാണ്ട് ജീവിച്ചോളീം. നിങ്ങളെ ഇടയ്ക്കൊക്കെ ഒന്ന് ചിന്തിച്ചോളീം, നാളേക്ക് വേണ്ടിയിട്ട് എന്താ നമ്മുടെ കയ്യിലുള്ളതെന്ന്. ഇന്നങ്ങോട്ട് മരിച്ചാൽ സുഹൃത്തുക്കളെ എന്താ നമ്മുടെ കയ്യിലുണ്ടാകുക? ഇന്നങ്ങോട്ട് മരിക്കാന്ന് കൂട്ടിക്കോളീം, എന്തായിരിക്കും നമുക്ക് കൊണ്ടുകൊണ്ടാകുക? ഈ സമയം വരെയുള്ള നമ്മുടെ സമ്പാദ്യം എത്ര കനപ്പെട്ടതാണ് എന്നൊരു വിശ്വാസി ഇടക്കിടക്ക് ചിന്തിക്കണമെന്നാണ്. ഈ ചിന്തിക്കാത്ത ആളുകളാണ് മരണരംഗത്ത് കടന്നിട്ട് വിലപിക്കുക. അവസരങ്ങൾ കിട്ടിയിട്ട് ഉപയോഗപ്പെടുത്താത്ത ആളുകൾ മാത്രമേ സുഹൃത്തുക്കളെ മരണത്തിൻ്റെ കിടക്കയിൽ കടന്ന് വിലപിക്കുകയുള്ളൂ. റഹ്മാനായ റബ്ബ് എത്ര ഇടത്താണ് അങ്ങനെയുള്ള വിലാപങ്ങൾ പറയണത്. ആ വിലാപങ്ങളിലൂടെയൊക്കെ നമ്മളും പാരായണം ചെയ്ത് പോയതല്ലേ, ആ ആയത്തുകൾ നമ്മളും ഓതിയതല്ലേ. സഹോദരങ്ങളെ, അങ്ങനത്തെ ഒരു അവസ്ഥ ഒരിക്കലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗതു ഖാല റബ്ബിർജിഊൻ. ചില ആളുകൾക്ക് മരണം വരുമ്പോൾ അവരിങ്ങനെ റബ്ബിനോട് കെഞ്ചി പറയുന്നതാണ്, പടച്ചോനെ ഒന്ന് മടക്കിത്തരുമെന്നാണ്. എന്തിനാ മടക്കിത്തരുന്നത്? ആ വീട് പണി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ കുട്ടിൻ്റെ കല്യാണം ഇങ്ങനെ എല്ലാ അവസാനത്തെ വർക്കിലായിരുന്നു. പടച്ചോനെ 2 ദിവസം കൂടി ഒന്ന് നീട്ടിത്തരാന്ന് എൻ്റെ കുട്ടിൻ്റെ കല്യാണത്തിൽ പങ്കെടുത്തിട്ട് എനിക്ക് തിരിച്ചു വരായിരുന്നു. അതിനൊന്നുമല്ല. അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുക പോലുമില്ല. എന്തിനാ റബ്ബിനോട് കെഞ്ചണമെന്നറിയോ? ലഅല്ലി അഅ്മലു സാലിഹൻ ഫീമാ തറക്തു. അല്ലാഹുവേ, കഴിവുണ്ടായിട്ടും സാഹചര്യമുണ്ടായിട്ടും സന്ദർഭമുണ്ടായിട്ടും ഞാൻ ഉപേക്ഷ വരുത്തിയ കണ്ടമാനം അമലുകളുണ്ട് റബ്ബേ, അതൊന്നും കൂടെ പോയിട്ടൊന്ന് ചെയ്തു വരാനുള്ളൊരു സാവകാശം എനിക്ക് നീ നൽകുമോ? പല ആളുകളും കടന്ന് വിലപിക്കുന്നതാണ്. സഹോദരങ്ങളെ, റബ്ബ് എന്താ പറയാ? കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖും ഇലാ യൗമി യുബ്അസൂൻ. വിട്ടേക്കടോ, അത് വെറും ഒരു വർത്താനാണെന്നാണ്. ഒരു വർത്താനമാണ്. കഴിഞ്ഞു. അവസാനത്തെ ബെല്ലും മുഴങ്ങി, അവസാനത്തെ വിസിലും വന്നു. ഇനി നിന്നെ ആളുകൾ ആ കഫൻ പുടവയിലേക്ക് എടുത്തു വെക്കും. ഇനി നിന്നെ ആളുകൾ 6 അടി മണ്ണിലേക്ക് ഇറക്കി വെക്കും. നിന്റെ പേരും നിന്റെ നാളും നിന്റെ അഡ്രസ്സുമെല്ലാം മാറിക്കഴിഞ്ഞു. നാളിതുവരെ നീ ഓടിയതും ഈ എടങ്ങറായത് മുഴുവനും സമ്പത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ, ഭൗതിക ലോകത്തിലെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ, നിന്റെ കണ്ണടക്കുന്നതോടുകൂടെ അതിനൊക്കെ വേറെ അനന്തരാവകാശികൾ ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി നിനക്കുള്ളത് 6 അടി മണ്ണ് മാത്രമാണ്. ആ 6 അടി മണ്ണിലേക്ക് നീ കാലേ കൂട്ടി ചെയ്തു വെച്ചത് മാത്രമാണ്. സഹോദര, കിട്ടിയ അവസരങ്ങളെല്ലാം തുലച്ചു കളഞ്ഞ ആളുകൾ അവിടെ വിലപിക്കുകയാണ്. അവസാനത്തെ ബെല്ല് മുഴങ്ങിയിട്ടാണ് ആ വിലാപം. വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് എന്താ അറിയോ, ഈ ആയത്തുകളൊക്കെ സുഹൃത്തുക്കളെ നമ്മുടെ മനസ്സ് തുറപ്പിക്കണം. ഈ ആയത്തുകളൊക്കെ നമ്മുടെ കണ്ണ് തുറപ്പിക്കണം. വിശ്വാസികളുടെ ഉള്ളിലേക്ക് ഇറങ്ങണം. മലക്കുൽ മൗത്തിനെയും സംഘത്തെയും കാണുമ്പോഴാകരുത് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അന്ന് അവരുടെ മുമ്പിൽ കടന്ന് വിരൽ കടിക്കാതിരിക്കാൻ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. അതുകൊണ്ട് ആത്മാർത്ഥമായിക്കൊണ്ടെന്ന് വിചാരണയ്ക്ക് വിധേയനാകുന്ന ആൾക്ക് പടച്ചോൻ ഇങ്ങനെ പോയാലൊന്നും പറ്റൂലല്ലോ അല്ലേ. എല്ലാം തികഞ്ഞു എന്ന് വിചാരിക്കണ ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടോ? എല്ലാം തികഞ്ഞു എന്ന് വിചാരിക്കണ ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടോ? ഇല്ലാന്ന് ഞാൻ മനസ്സിലാക്കണേ. ഉള്ളൊരു കൈ പോക്കാട്ടോ. ഉണ്ടോ? ധൈര്യസമേതം നോക്കിക്കോ. ഉണ്ടോ? ഉണ്ടെങ്കിൽ കൈ പോക്കാം. എല്ലാം തികഞ്ഞു മൗലവി, ഞാൻ ഇപ്പോൾ ഇങ്ങനെ മരിക്കാൻ കാത്തിക്കണം, അങ്ങനെ ഉണ്ടോ? ഉണ്ടാവില്ല. മറ്റാൾ പറഞ്ഞില്ലേ, പിന്നെ എന്തിനും നമ്മളെ മറ്റേ ചങ്ങായി മരിച്ചാളുടെ പേര് ജോയോ അല്ലേ? അദ്ദേഹം പറഞ്ഞില്ലേ, ഞാൻ എന്താക്കിയിരിക്കുന്ന ഒരു ഫ്ലൈറ്റ് യാത്ര ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തകരാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താക്കൂല, ഒച്ചയും വിളിയൊന്നും ഉണ്ടാക്കും, ഞാൻ സന്തോഷിക്കുന്നുണ്ട്. കാരണം എന്താ? എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നേടിയെന്നാണ്. ബക്കറ്റ് ലിസ്റ്റ് എന്നല്ല പറഞ്ഞത്, ഡ്രം ലിസ്റ്റ് വരെ തീർന്നു എന്ന് പറഞ്ഞേ. മനസ്സിലായില്ലേ? നേടാനുള്ളതൊക്കെ നേടിയെന്നാണ്. അവരാ രംഗത്ത് ജീവിക്കുന്ന മനുഷ്യന്മാരാണ്. നമ്മൾ സ്വർഗത്തിലേക്കുള്ള വിഭവങ്ങൾ ഡ്രമ്മിലാക്കുന്ന മനുഷ്യന്മാരാണ്. നമുക്കതുണ്ടോ നമ്മൾ നല്ലോണം ആലോചിക്കണം. ഇനി എന്തെല്ലാം ചെയ്താലേ നമുക്ക് ഇത് വരാൻ പാടുണ്ടോ? ഒന്നുമില്ല. പക്ഷെ എന്താ അറിയോ സുഹൃത്തുക്കളെ, അത്യാവശ്യം ഞാൻ ചെയ്തു എന്നൊരു ധാരണ മരിക്കുന്ന രംഗത്ത് ഇൻഷാ നമുക്ക് ഉണ്ടാകണം. അതിന് ചില കാര്യങ്ങൾ ഉണ്ടാകണം, ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു കഴിഞ്ഞ സമയം വരെ നമ്മൾ ചെയ്തു വെച്ച കാര്യങ്ങളെ നോക്കുമ്പോൾ ഒരുപാട് അബദ്ധങ്ങളുണ്ട് സുഹൃത്തുക്കളെ. ഒരുപാട് അബദ്ധങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന് വേണമെങ്കിൽ എഴുതി വെച്ചോളി. ഇന്ന് തരുന്ന ഹോംവർക്ക് എന്താ? പോയിട്ടൊന്നിങ്ങനെ എഴുതി വെക്കുക. എനിക്കെന്തൊക്കെ മിസ്റ്റേക്കുകൾ വന്നു, എൻ്റെ ബന്ധത്തിൻ്റെ വിഷയത്തിൽ, സ്വഭാവത്തിൻ്റെ വിഷയത്തിൽ, സാമ്പത്തിക രംഗത്തുള്ള വിഷയത്തിൽ, ജീവിത വിഷയത്തിൻ്റെ വിഷയത്തിൽ ഒന്നിങ്ങനെ എഴുതി വയ്ക്കും. എത്ര കണ്ട് റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്ന വാചകങ്ങൾ എനിക്കും നിങ്ങൾക്കും, നമ്മളെല്ലാം ഒരുപോലെ കേട്ടോ, നമ്മളൊക്കെ ഒരേപോലെ തന്നെയാണ്. എന്താ? ഒന്ന് എഴുതി വെക്കുക. അപ്പം ഇങ്ങനെ മനസ്സിലാകും. ഉമർ റളിയല്ലാഹു അൻഹു വെറുതെ പറഞ്ഞല്ലേ സുഹൃത്തുക്കളെ, ഹസിബു ഖബ്ല അൻ തുഹാസബു, നിങ്ങളെ വിചാരണക്ക് വിധേയമാകുന്നതിന് മുൻപ് നിങ്ങൾ എന്താക്കിക്കളി, ഒന്ന് വിചാരണ ചെയ്താളിന്നാണ്. ഇപ്പം നല്ല ഈ പരീക്ഷയ്ക്കൊക്കെ നന്നായി മാർക്ക് കിട്ടിയ കുട്ടികളെടുത്തൊരു പണി ഉണ്ടാവും. ഇപ്പോൾ ഇവിടെയൊക്കെ കുട്ടികളിരിക്കണം, അവർക്കൊക്കെ തന്നെ പറയാൻ പറ്റും. എന്താ എടുക്കണ മെയിൻ പ്രിപ്പറേഷൻ്റെ ഭാഗമാണ് എന്ത്? മുൻകാല ചോദ്യങ്ങൾ എന്താക്കും, ഒന്നിങ്ങനെ എഴുതി വെക്കും അല്ലേ? PSC പഠിക്കുന്ന ആളുകൾക്ക് അറിയാം, ഒന്ന് എഴുതി വെക്കും. അത് വല്ലാത്തൊരു സംഭവമാണത്. അപ്പോൾ എന്താ അറിയോ, നമ്മളെക്കുറിച്ചിട്ടൊന്നിങ്ങനെ ചിന്തിച്ച് നോക്കാം. അപ്പോൾ കുറേ പോരായ്മകൾ നമുക്ക് കാണും, കുറേ അബദ്ധങ്ങൾ നമുക്ക് കാണും, ആരാധനകളിലെ കുറവുകൾ നമുക്ക് കാണും, ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ ഭാഗങ്ങളൊക്കെ ഒന്നുകൂടി ഉഷാറാക്കി. എൻ്റെ ഖുർആനോത്തൊന്നും ശരിയൊന്നല്ല, ഇനിയൊന്നും ഉഷാറാക്കാണ്ട്, എൻ്റെ റബ്ബുമായിട്ടുള്ള ഒഴിഞ്ഞിരിക്കണ രംഗമൊന്നുകൊണ്ട് പോരാ, കുറച്ചൊക്കെ നല്ല പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട് എന്ന് നമുക്കിങ്ങനെ ചിന്തിക്കുമ്പോൾ ഒന്ന് തിരിച്ചു പിടിക്കണം എന്നുള്ള ചിന്ത നമുക്ക് വരും. ഇതിനെക്കുറിച്ച് ചിന്തിക്കാത്തൊരു മനുഷ്യനാണെങ്കിലോ, ചാത്തപ്പൻ എന്ത് മനുഷ്യരാറിന പോലെ ഓനക്കിപ്പോൾ എന്തെങ്കിലും കുലുക്കുണ്ടാവുമോ? അവർക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആത്മാർത്ഥമായിക്കൊണ്ട് ചിന്തിക്കുന്ന, പരലോകത്തേക്ക് എൻ്റെ എന്തെങ്കിലും ഉണ്ടോ എന്ന് റബ്ബ് പറയുന്നുണ്ടല്ലോ പടച്ചോനെ, ഈ ജീവിത തിരക്കിനിടയിൽ ഞാൻ അതൊന്നും പലപ്പോഴും ഗൗനിച്ചിട്ടില്ല, ഇനി അങ്ങനെ പോയാൽ പറ്റൂല, ഞാനൊന്ന് മാറിയിരുന്ന് ചിന്തിക്കട്ടെ എന്ന് കരുതി ഒരു 10 മിനിറ്റ് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, നമുക്ക് മാറാൻ പറ്റും. അപ്പം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു അവസരമുണ്ട്. അതിനാണ് സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ മാറ്റങ്ങൾക്ക് വിധേയമാകണമെന്ന് പറയുമ്പോൾ അതെല്ലാം ഒന്ന് മാറ്റങ്ങൾക്ക് വിധേയമാക്കാനുള്ള ഗംഭീരമായ അവസരമാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ മുമ്പിലേക്ക് വരാനുള്ളത്. അതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മുന്നൊരുക്കം നടത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്താ അറിയോ, എപ്പോഴും നമുക്കുണ്ടാകേണ്ട കാര്യമാണ് ഇൽമു എന്നുള്ളത്. അൽ ഇൽമു ഖബ്ലൽ ഖൗലി വൽ അമൽ എന്ന് പറയാം. എന്തൊരു കാര്യം പറയുന്നതിന് മുൻപ് ചെയ്യുന്നതിന് മുൻപ് സുഹൃത്തുക്കളെ അറിവ് വേണം അല്ലേ? അള്ളാഹിൻ്റെ റസൂലുകൾ നിസ്കരിച്ചോളി എന്നാണോ പറഞ്ഞത്? ഞാൻ നിസ്കരിച്ചോളി എന്നാണോ പറഞ്ഞത്? നിങ്ങൾ പറയും. പറയില്ല, ഞാൻ പറയണേ, നിങ്ങൾ പറയും. എന്താ പറഞ്ഞേ? അള്ളാഹിൻ്റെ റസൂൽ എന്താ പറഞ്ഞേ? നിസ്കരിച്ചോളി എന്നാണോ? നിസ്കരിച്ചോളിടാ എന്നാണോ പറഞ്ഞത്? ആണോ? അതല്ല, സൊല്ലു. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ ഹദീസായതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞേ, സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. എന്താ സംഭവം? ഞാൻ എങ്ങനെ നിസ്കരിച്ചതായിക്കൊണ്ടാണ് നിങ്ങൾ കണ്ടത്, അതുപോലെ നിസ്കരിച്ചോളി എന്നാണ്. നിസ്കാരത്തിൻ്റെ ഓർഡറില്ലേ? നിസ്കാരത്തിന് ചൊല്ലിപ്പറേണ്ട കാര്യങ്ങളൊക്കെ ഒരേപോലെ അല്ല, അതിന് റുക്കനുണ്ട്, വാജിബാത്തുണ്ട്, സുന്നത്തുണ്ട്, ഒക്കെ ഉണ്ട്. ഇതൊക്കെ അല്ലാഹ് റസൂൽ പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റുക എന്നതുപോലെ തന്നെയാണ് സുഹൃത്തുക്കളെ നോമ്പും, എന്നതുപോലെ തന്നെയാണ് തറാവീഹും. നമ്മുടെ ജീവിതത്തിലെ ഓരോ സ്റ്റെപ്പുകളും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് എത്ര മണിക്കൂറാണ് നമ്മൾ ത്യാഗം എടുക്കാൻ പോണത്? നിങ്ങൾ ആലോചിക്കും.
10-13 മണിക്കൂറല്ലേ അല്ലേ? 10-13 മണിക്കൂർ നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ പണിയും ചെയ്യണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ അന്നും അലക്കൂലേ അല്ലേ? വീട്ടിലെല്ലാ പണിയെടുക്കൂലേ? എല്ലാ പണിയെടുക്കും. നോമ്പായതുകൊണ്ട് നമുക്കെല്ലാം ഇതുണ്ടോ? ഇല്ല. ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്യണം. നമ്മളോ പുറത്ത് പണിയെടുക്കുന്നവരാണ്, ഒരുപാട് പ്രയാസങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. പക്ഷേ ഒന്ന് മാത്രമേ ചെയ്യാത്തുള്ളൂ. എന്താ? 3 നേരം തിന്നിരുന്നു, അതെന്താക്കണില്ല? തിന്നില്ല. ഇടയ്ക്കിടയ്ക്ക് മോന്തിരുന്നു വെള്ളം, അതിപ്പോൾ കിട്ടണില്ല ഇല്ലേ? ഒരു വ്യത്യാസമല്ലേ? ഇന്ധനമില്ല ആണോ? എത്ര നേരാണ് നമ്മൾ ഈ അങ്ങാടി കൂടെ ഇങ്ങനെ പോണ സമയത്തേക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ മറ്റു പല സുഹൃത്തുക്കൾ ഇരുന്നത് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതിൻ്റെ മുമ്പ് കൂടെയാണ് നമ്മളിങ്ങനെ നടക്കാൻ പോണത്. എത്ര വലിയ ത്യാഗാന്ന് ആലോചിക്കും സുഹൃത്തുക്കളെ. നല്ല ശക്തമായ രൂപത്തിലുള്ള ദാഹമൊക്കെ ഉണ്ടായിട്ടും നല്ല തണുത്ത വെള്ളം കയ്യിൽ കിട്ടിയിട്ട് നമ്മൾ കുടിച്ചില്ലല്ലോ. കുടിച്ചോ? കുടിക്കണില്ല. നല്ല വിശപ്പുണ്ട്, ഒരിറ്റു ഭക്ഷണം നമ്മൾ കഴിച്ചു നോക്കിയിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് രുചിച്ചു നോക്കുമ്പോൾ പോലും സൂക്ഷ്മത കാണിച്ച ആളുകളാണ് അല്ലേ? ആലോചിക്കും. അത്രയൊക്കെ എടങ്ങറായിട്ട് ലാസ്റ്റ് ഇങ്ങനെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഓട്ടക്കൊട്ടയിൽ വെള്ളം കോരിയ പോലെ ഒന്നുമില്ലാത്ത ചില അവസ്ഥ ഉണ്ടായി. എങ്ങനെ ഉണ്ടാകും? ഇത് അള്ളാഹ് റസൂലിൻ്റെ നാവ് കൊണ്ട് പറഞ്ഞ കാര്യമാണ്. എന്താ പറഞ്ഞാൽ നിങ്ങൾ റബ്ബ സായിമിൻ ഹല്ലുഹു മിൻ സിയാമിഹി അൽ ജൂഉ വൽ അതുഷ്. എത്ര നോമ്പുകാരറിയോ? എത്ര നോമ്പുകാരാണ്. അത് നമ്മളൊക്കെ ഉണ്ടോ നമ്മൾ ആലോചിക്കണം. അള്ളാഹ് റസൂലിൻ്റെ നാവ് കൊണ്ട് പറഞ്ഞ കാര്യമാണ്. ഹല്ലുഹു മിൻ സിയാമിഹി, ഓൻക്കാകെ അവൻ്റെ നോമ്പുകൊണ്ട് കിട്ടിയ മെച്ചം എന്താ അറിയോ നിങ്ങൾ? അൽ ജൂഉ വൽ അതുഷ്. എന്താ? നല്ല വിശപ്പും നല്ല ദാഹവും. ഖലാസ്, പിന്നെ ഒന്നുമില്ല എന്നാണ്. ചിലപ്പോൾ ഇവിടെ ഷുഗറൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ കുമ്പൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടാവും, കൊളസ്ട്രോളൊക്കെ ഒന്ന് മെയിൻറ്റെയിൻഡ് ആയിട്ടുണ്ടാവും. അതിനപ്പുറത്ത് ഒരു ചുക്കും കിട്ടാത്ത കുറേ മനുഷ്യന്മാരുണ്ട് എന്ന് ആര് പറയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഞാൻ നിങ്ങളൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട സുഹൃത്തുക്കളെ, പരലോകത്തേക്ക് ഈ നോമ്പിൻ്റെ ഏടക്കെടുത്ത് നോക്കുമ്പോൾ അതിലൊന്നും ഇല്ലാത്തൊരവസ്ഥ വന്ന് എന്തിരിക്കുക. അപ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ ഉണ്ട് എന്ന് പറയാനുള്ള കാരണം, പഠിക്കാതെ, മനസ്സിലാക്കാതെ, നിയത്ത് ശരിയാക്കാതെ, അതിൻ്റെ വിധിവിലക്കുകളെക്കുറിച്ച് ധാരണയില്ലാതെ റമളാൻ മാസം വന്നു കഴിഞ്ഞാൽ കുറേ പട്ടിണി കിടക്കണം. അത് ചെറുപ്പം മുതലേ ഉമ്മ പട്ടിണി കിടക്കുന്നുണ്ട്, വല്യമ്മ പട്ടിണി കിടക്കുന്നുണ്ട്, അവനെ പറ്റൂലട്ടാന്ന് പറയണം. അതൊക്കെ എന്നെ കേട്ട് ശീലിച്ച് വന്ന ടീമുകളാണ്. അപ്പോൾ ഞാനും എന്താക്കാണ് അങ്ങനെ പോയി. അത് നോമ്പല്ല. നോമ്പ് എന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ചില കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഒന്നാമത്തെ പോയിന്റ് എന്താ പറയുക, നിങ്ങൾ അറിവോടുകൂടെ അതിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താ അറിവ്? എപ്പോഴാണ് നമുക്കൊരു കാര്യം ഇഖ്ലാസോടുകൂടെ ചെയ്യാൻ പറ്റുക? ഒന്ന് പറഞ്ഞാണി നോക്കട്ടെ. എപ്പോഴാണ് പറ്റുക ഒരു കാര്യം? എപ്പോഴാണ് നമുക്ക് ഇഖ്ലാസോടുകൂടെ ചെയ്യാൻ പറ്റുക? ഇഖ്ലാസില്ലേ? എന്താ പറയുക? എപ്പോഴാണ് ചെയ്യാൻ പറ്റുക? അതിപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലേ, മൈക്ക് വേണമെന്നോ? മൈക്കോടെ. ഇഖ്ലാസോട് കൂടെ എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുക? പറയുന്നുണ്ട്, ഞാൻ കേൾക്കാത്തതുകൊണ്ടാണ്. ഒരു പറഞ്ഞ ഉത്തരം എന്താ അറിയും? ഞങ്ങൾ പറയണം കേട്ടോ. അടുത്ത ചോദ്യം നിങ്ങളോട് ചോദിക്കുക, അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ. ഒന്നാമത് കൊടുത്ത് മറുപടി എന്താ അറിയോ? ഇഖ്ലാസോടുകൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് അറിയണമെന്നില്ലേ? യെസ്, ബാറക്കല്ലാഹു ഫീക്കും. എന്താണ്? പ്രതിഫലങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാകണം. നോമ്പിൻ്റെ ഒരു പ്രതിഫലത്തെക്കുറിച്ച് ഇവിടുന്ന് ഒരാൾ പറയാൻ പറ്റുമോ? നോമ്പിൻ്റെ ഒരു പ്രതിഫലത്തെക്കുറിച്ച് ഈ ക്ലാസ് എന്താ അറിയോ നിങ്ങൾ? ഇത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന സാധനം എന്നല്ല, ഇത് നമ്മൾ കുറേ കേട്ടതാണ്. അപ്പോൾ ഞാനൊന്നിങ്ങനെ റിവൈൻഡ് ചെയ്യിപ്പിക്കുകയാണ്, ഓർമ്മപ്പെടുത്തലാണ് അല്ലേ? യെസ്, ഒരെണ്ണം പൂച്ചക്കാർ മണി കെട്ടുന്നല്ലേ? റയ്യാൻ എന്ന കവാടം. പിന്നെ എന്താ അറിയോ? 2-3 പോയിന്റ് പറഞ്ഞിട്ട് അത്ര സമയം ലാഭിക്കോടെ. പിന്നെ ഇതാ പാപങ്ങൾ പൊറുക്കും ഇൻഷാ അല്ലാഹ്. പിന്നെ ഒരു നല്ലൊരു തടിക്കുടിക്കുന്ന സാധനം കിട്ടട്ടെ, മേത്തുടിക്കുന്ന സാധനം. അവിടെ നിന്നുണ്ട് അല്ലേ? ആയിക്കോട്ടെ, പൊന്നിക്കോട്ടെ, പറഞ്ഞോളി. ആരാപ്പം അത് ഇന്നല്ലേ? അന്നം കടന്ന് പറഞ്ഞോളി. ഇവിടെ ഡിസ്കഷൻ തുടങ്ങിക്കണേ. ഏതാ? നിങ്ങളത് കേൾക്കാനാണ് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മളത് ചോദിക്കണമെന്നല്ലേ? ആയിക്കോട്ടെ, ഞാൻ ജസ്റ്റ് നിറവേട്ടെന്ന് മാത്രം. എന്താ അറിയോ? നോമ്പിൻ്റെ ഏറ്റവും വലിയൊരു പ്രതിഫലം എന്ന് പറഞ്ഞ സുഹൃത്തുക്കളെ, കണക്കില്ലാത്ത പ്രതിഫലം എന്നാണ്. ആ കണക്കില്ലാത്തതുകൊണ്ട് നിങ്ങൾ പറയാത്തല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എല്ലാ അമലുകൾക്കും എത്രയാണ്?
അൽ ഹസനത്തു ബി അശറത്തി അംസാലിഹ എന്ന്, ഒരു നന്മ ചെയ്താൽ 10 അതിനപ്പുറത്തേക്കാണ്. പക്ഷേ നോമ്പ് എന്ന് പറഞ്ഞ സുഹൃത്തുക്കളെ കയ്യും കണക്കില്ലാത്ത പ്രതിഫലം കൊടുക്കുന്നു. ഇത്രയൊന്നുമില്ല. അത് റബ്ബിനോട് ബോധ്യപ്പെടുകയാണ് നമ്മൾ ഉഷാറാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഇത്രയൊന്നുമില്ല എന്നാണ്. അള്ളാഹിൻ്റെ ഖജനാവിൻ്റെ വലിപ്പം ആർക്കെങ്കിലും അറിയോ? ഇവിടെ അള്ളാഹിൻ്റെ ഖജനാവിൻ്റെ വലിപ്പം ഉണ്ടോ? അത് എത്ര എടുത്താലും തീരൂല സുഹൃത്തുക്കളെ. അത് മുഴുവൻ നമുക്കുള്ളതാണ് എന്ന്, അത് മുഴുവനും നമുക്കുള്ളതാണ്. അപ്പം എത്രയപ്പോഴെന്ന് കിട്ടുക നമുക്ക് പറയാൻ പറ്റൂല. അത്രയും തരുന്നതാണ്, അത്രയും തരും. ഈ ദാഹമൊന്നും വെറുതെയല്ല, ഈ വിശപ്പ് വെറുതെയല്ല, ഈ പ്രയാസപ്പെടുന്നത് വെറുതെയല്ല. കയ്യും കണക്കുമില്ലാതെ എൻ്റെ റബ്ബെന്നെ സ്വീകരിക്കും, എനിക്കത് ഒരുക്കി തന്നിരിക്കും. അള്ളൊരു വാഗ്ദാനം നൽകിയോ അത് ലംഘിക്കാത്തവനാണ് റബ്ബ്. പിന്നെ നമുക്ക് എന്താ ബേജാറ്? അപ്പോൾ ഒന്ന് അതാണ്. രണ്ടെന്താ അറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് കിട്ടുന്നതാണ്. ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസർ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ അങ്ങാടിയിൽ വരുന്ന അറിഞ്ഞു കഴിഞ്ഞാൽ കുറേ ചങ്ങായിമാർ കാണാം ഇങ്ങോട്ട് വന്നിങ്ങോട്ട് മൂടണ് ഒന്നാകെ, വലിയൊരു താര പരിവേശമാണ്. ഓരോ അലക്കില്ല അതിൽ, പക്ഷെ എന്താ വലിയൊരു സംഭവമാണ്. എന്താ അങ്ങനെ കാണാനുള്ളൊരു ആഗ്രഹമാണ്. ഇവിടെ മുഹമ്മദ് നബി വരാന്ന് പറഞ്ഞാൽ നമ്മളും പോലെ നമുക്കുണ്ടാവും അല്ലേ? ശരി സുഹൃത്തുക്കളെ, റബ്ബിനെ കാണാനുള്ള തൗഫീഖ് കിട്ടുന്നതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ് ലിസ്സാഇമി ഫർഹത്താനി, നോമ്പുകാരനിക്ക് 2 പ്രതിഫലം ഉണ്ടെന്നാണ്. അല്ല 2 സന്തോഷം ഉണ്ട് എന്നാണ്. എന്താ സന്തോഷം? ഒരു സന്തോഷം നമുക്കൊക്കെ കിട്ടുന്ന സാധനം എപ്പോഴാ? റമദാൻ മാസമായി കഴിഞ്ഞാൽ ഏറ്റവും ഡിമാൻഡുള്ള ബാങ്ക് ഏതാ? മഗ്രിബിലെ ഭയങ്കര ഡിമാൻഡ് വരിക. മുഅദ്ദിനിൻ്റെ ഓരോ ലഫ്ദുകൾക്കും കാതോർക്കുന്നൊരു സമയം. എല്ലാവരും ഇങ്ങനെ കാത് കൂർപ്പിച്ചിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ക്ലോക്ക് നോക്കുമ്പോൾ തോന്നും ഈ ക്ലോക്കിൻ്റെ ബാറ്ററി എന്താ കുറഞ്ഞിക്കണോ? നടക്കണില്ല. കാരണം നമുക്കും ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ വരില്ല. നമ്മൾ അങ്ങാടിക്കിറങ്ങി ബസ് വരാത്ത പോലെ ക്ലോക്ക് തന്നെ നോക്കുമ്പോൾ എന്താവില്ല, നടക്കണമെന്ന് തോന്നില്ല. എന്താ? സന്തോഷമാണ് അല്ലേ? അതിങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം. നോമ്പിട്ട് തുറക്കുമ്പോൾ 10-13 മണിക്കൂറായിട്ട് ഇവിടെ വെള്ളം ഒരില്ല. ആ വെള്ളം ഇങ്ങനെ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് പോകുമ്പോൾ ഫുഡ് പൈപ്പ് എവിടെയൊക്കെ ഉള്ളത് നമുക്ക് ശരിക്കും അറിയും അല്ലേ? ആ സാധനം നമ്മളിങ്ങോട്ട് അനുഭവപ്പെടുകയാണ്. അപ്പം കിട്ടുന്ന സന്തോഷമുണ്ട്. അത് ലോകത്തിൽ ഇനി മുസ്ലിം തന്നെ ആകണമെന്നില്ല, അതേപോലെ വേറൊരാൾ നോമ്പ് പോയിട്ടുണ്ടെങ്കിൽ ഓൻക്കും കിട്ടാൻ സന്തോഷം. പക്ഷെ നമ്മുടെ സന്തോഷം അവിടെ നിന്നാൽ പോരെ സുഹൃത്തുക്കളെ. ഫർഹത്തും ഇൻദ ലിഖാഇ റബ്ബിഹി, അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ് ആ മനുഷ്യനിക്ക് നോമ്പ് നോറ്റത് കാരണത്താൽ നാളെ റഹ്മാനായ റബ്ബിനെ കണ്ടുമുട്ടാനുള്ള അവസരം പടച്ചവൻ കൊടുക്കുന്നതാണ്. 14-ാം രാവത്തെ ചന്ദ്രനെ നിങ്ങൾക്ക് കാണാൻ വല്ല തടസ്സമുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടോ? വലിയ തടസ്സമുണ്ടോ? അത് കാണാൻ തന്നെ എന്തൊരു മൊഞ്ചാണ്. എവിടെ നിന്ന് നോക്കിയാലും നമ്മൾ കാണില്ലേ അല്ലേ? ഈ അങ്ങാടിന്ന് ആ അങ്ങാടിന്ന്, എവിടെ നിന്ന് അമേരിക്ക നിന്ന് അന്റാർട്ടിക്ക നിന്ന് എവിടെ നോക്കിക്കഴിഞ്ഞാലും ചന്ദ്രനെ കാണൂലേ? എല്ലാവർക്കും ആരും തിക്കിത്തിരക്കേണ്ട ആവശ്യമുണ്ട്. ചന്ദ്രനെ കാണാനുണ്ടോ? ഇല്ലല്ലോ. നമുക്കിങ്ങനെ കയ്യും കെട്ടിങ്ങനെ നോക്കിക്കാൻ പറ്റും. അതിനേക്കാൾ ഭംഗിയോടുകൂടെ സുഹൃത്തുക്കളെ കാണാൻ പറ്റും. സ്വർഗാവകാശികൾക്ക് ഇഞ്ഞെന്തെങ്കിലും വേണമെന്നൊരു ചോദ്യം ഉണ്ടെന്നാണ് സ്വർഗത്തിൽ. അവൻ്റെ റബ്ബ് ഇനിയിപ്പോൾ എന്താ അവിടെ കിട്ടാൾ? നമ്മൾ ആഗ്രഹിക്കണ കൂടെ കിട്ടാണ്ട് അത് മാത്രമൊന്നല്ല എന്നാണ്, വേറൊരു സാധനം കൊടുക്കേണ്ടതാണ്. അടുത്ത ഗിഫ്റ്റ് ഏതാ? അതുവരെ ഉണ്ടായിരുന്ന ആ മറയങ്ങോട്ട് മാറിയിട്ട് റബ്ബിനെ കാണാനുള്ള തൗഫീഖ് കൊടുക്കുന്നതാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് റബ്ബിനെ കാണാൻ മാത്രമുള്ള യോഗ്യത നേടിത്തരുന്ന ഒരു ഇബാദത്താണ് ഇൻഷാ അള്ളാഹ് നമ്മളൊക്കെ അള്ളാഹിൻ്റെ തൗഫീഖ് ഉണ്ട് എങ്കിൽ നിർവഹിക്കാൻ പോകുന്നത്. റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊന്നെന്താ അറിയോ നിങ്ങൾ? നമ്മളൊക്കെ പേടിക്കുന്ന നരകം. എത്രയാണ് സുഹൃത്തുക്കളെ നരകത്തിൻ്റെ ഭീകരത? ഇതിൽ ഒരുപാടും ഞാൻ പോകുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂൽ പറയും ഇന്ന അഹ്വനൻ നാരി അദാബൻ യൗമൽ ഖിയാമത്തി ജംറത്തും തൂലഉ ഫി അഖ്മസി ഖദമൈഹി യഗ്ലി മിൻഹാ ദിമാഉഹു. അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ് നാളെ നരകത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു മനുഷ്യർക്ക് കിട്ടുന്ന ഏറ്റവും സിമ്പിളായ ശിക്ഷ എന്താണെന്നറിയോ? അവൻ്റെ കാലിൻ്റെ പള്ളഭാഗത്ത് നരകത്തിൽ നിന്നുള്ള ഒരു തീക്കനൽ വെച്ച് കൊടുക്കുന്നതാണ്. അതിൻ്റെ വെക്കുമ്പോഴേക്കും തലച്ചോറ് മുഴുവൻ തിളച്ചു മറിയുമെന്നാണ് നരകത്തിൻ്റെ ഏറ്റവും ചെറിയ വർണ്ണന. നരകത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ ഒരു മെൻറ്റാലിറ്റി എന്താ അറിയുങ്ങൾ? അദ്ദേഹം അവിടെ കടന്നിട്ട് അനുഭവിക്കുമ്പോൾ എൻ്റെ മനസ്സെന്താ അറിയുങ്ങൾ? ഞാനാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ ശിക്ഷയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ആളെന്നാണ്. അപ്പോൾ എത്രയാണ് നരകം? നിങ്ങൾ ആലോചിക്കും സുഹൃത്തുക്കളെ. സ്വർഗത്തിൽ എവിടെയെന്നുള്ളല്ല കാര്യം, നരകത്തിൽ ഒരു ദിവസം പോലും കടക്കാതെ, ഒരു സെക്കൻഡ് പോലും കടക്കാതെ രക്ഷപ്പെടാൻ നമുക്ക് കഴിയണം. അതിനാണ് ഈ സംഗതികളൊക്കെ.
അള്ളാഹുവിൻ്റെ റസൂൽ പറയാ നരകത്തിന് എത്രയാണ് ആഴം 70 വർഷത്തെ ദൂരമാണ് ആഴം, അല്ലേ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുന്ന സമയത്തൊരു സൗണ്ട് കേട്ടു എന്നാണ്. ഒരു സൗണ്ട് കേട്ടു. നിങ്ങൾക്ക് ഈ സൗണ്ടിനെ കുറിച്ച് അറിയോ ചോദിച്ചു. ഇപ്പം കേട്ട സൗണ്ട് എന്താ നിങ്ങൾക്ക് അറിയോ ചോദിച്ചു. സ്വഹാബികളൊക്കെ പറഞ്ഞു ഞങ്ങൾക്കറിയില്ല. 70 വർഷങ്ങൾക്ക് മുൻപ് നരകത്തിൻ്റെ മുകളിൽ നിന്നും താഴേക്കിട്ടൊരു കല്ല് ഇപ്പോഴാണത്ര അത് പോയി അടി തട്ടിയതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം എത്രയാണ് സുഹൃത്തുക്കളെ തട്ട്, എത്രയാണ് അതിൻ്റെ ആഴം. അപ്പം ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു കല്ല് താഴേക്ക് ഇട്ടുകഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ് അല്ലേ താഴത്തെത്തി. ഇത് മുഴുവനും തീ നിറച്ച് നമ്മളേക്ക് ഇടുക എന്ന് പറഞ്ഞാൽ എന്തിരിക്കും നമ്മുടെ അദാബ്. ഈ ഓഡിറ്റോറിയം മുഴുവനും തീ നിറച്ച് ഇതിലേക്ക് നമ്മൾ ഇടുക എന്ന് പറഞ്ഞാൽ എത്രയാണ് അതിൻ്റെ ഒരു അസഹനീയത. അപ്പോൾ നമ്മൾ നല്ലോണം ആലോചിക്കണം. ആ നരകത്തിൽ നിന്നും ഒരു ദിവസത്തെ സുന്നത്ത് നോമ്പ് കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറയണം, മാമിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ് ഇല്ലാ ബഅദല്ലാഹു ബിദാലിക വജ്ഹഹു അനിന്നാരി 70 ഖരീഫ. ഒരു സുന്നത്ത് നോമ്പ് നോറ്റാൽ ആ ഒരു നോമ്പ് കൊണ്ട് ആ നരകത്തിൽ നിന്നും 70 വർഷത്തെ വഴിദൂരത്തേക്ക് ആ മനുഷ്യനെ റബ്ബ് രക്ഷപ്പെടുത്തുന്നതാണ്. അതൊരു സുന്നത്ത് നോമ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഫറലാക്കപ്പെട്ട നോമ്പിന് എത്ര ഉണ്ടാവും? റമളാൻ മാസത്തിലെ നോമ്പിന് എത്ര ഉണ്ടാവും? ഇല്ലേ? അങ്ങനത്തെ ഒരു ദിവസം മാത്രമാണോ? അല്ല. ഇൻഷാ അല്ലാഹ് റബ്ബിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ 30 ദിവസം നമുക്ക് കിട്ടണം. അപ്പോൾ 29 തന്നെ മാസം കണ്ടാൽ മതിയേനൂന്ന് എന്താവൂല, അപ്പം ചിന്തിക്കൂല. ഇന്നിട്ട് മാസം കണ്ടു കഴിഞ്ഞാൽ നാളെ ഈദ്ഗാഹ്ക്ക് പോകാമായിരുന്ന എല്ലാ ബുദ്ധിയുള്ളവൻ ചിന്തിക്കുക. എന്താ ചിന്തിക്കുക? 30 കിട്ടുകയാണെങ്കിൽ എന്താവും? ഈ ഒഴുക്ക് കൂടെ ഒരു നോമ്പ് കൂടെ ആയുസ് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലതെന്നാണ് ചിന്തിക്കുക. മനസ്സിലായി നിങ്ങൾ? യെസ്. റബ്ബ് ആ നിലക്കുള്ള ഒരു തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ അടുത്തൊരു പോയിൻ്റാണ് എന്ത്, ഷെയ്ഖ് പറഞ്ഞതുപോലെ സ്വർഗത്തിൽ നോമ്പുകാർക്ക് മാത്രം ലൈസൻസ് കൊടുക്കപ്പെടുന്നൊരു കവാടം ഏതാ? റയ്യാൻ. അല്ലേ? റയ്യാൻ എന്ന് പറയുന്ന കവാടം ലാ യദ്ഖുലുഹു ഇല്ല സ്വായിമൂൻ. നോമ്പ് നോറ്റവർ മാത്രം പ്രവേശിക്കുന്നൊരു കവാടം എന്ന് പറയുമ്പോൾ നമ്മൾ ദുനിയാവിൽ നോമ്പ് നോറ്റവരായതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മളെ കാത്ത് സ്വർഗത്തിൽ കവാടം മലക്കെ തുറക്കപ്പെട്ടിരിക്കുന്നു പറയുന്ന സന്തോഷ വാർത്തയേക്കാൾ വേറെ എന്താ നമുക്ക് കിട്ടാനുള്ളത്? എന്താ കിട്ടാനുള്ളത്? ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. തീർന്നില്ല സുഹൃത്തുക്കളെ. നാളെ പരലോകത്തേക്ക് എത്തുമ്പോൾ നമ്മളെ കാര്യങ്ങൾ നോക്കാൻ നമ്മുടെ ഉമ്മ ഉണ്ടാകുമോ? വാപ്പുണ്ടാകുമോ? തുണ ഉണ്ടാകുമോ? പ്രിയപ്പെട്ട മക്കളുണ്ടാകോ? ഒരാളുമില്ല. ലാ യുസ്അലു ഹമീമുൻ ഹമീമാ. അല്ലേ? ഒരു കുടുംബക്കാരെ അങ്ങോട്ടും കൊണ്ട് ചോദിക്കൂല എന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചോദിക്കോ? അവിടുന്ന് അങ്ങോട്ടുണ്ടോ? പോലും ഇല്ല എന്നാണ് സുഹൃത്തുക്കളെ പറയണേ. എന്താ അപ്പം എൻ്റെ അവസ്ഥ ആലോചിക്കുക. എന്നാൽ വരും. നമുക്ക് വേണ്ടി പരലോകത്ത് എന്തെങ്കിലുമൊക്കെ പറയാൻ വരും. ആര് വരും? അല്ലാഹുവിൻ്റെ റസൂൽ പറയാ, അസ്സിയാമു വൽ ഖുർആനു യശ്ഫഅാനി ലിൽ അബ്ദി. ഒരു അടിമക്ക് വേണ്ടിയിട്ട് റബ്ബിനോട് വക്കാലത്ത് പറയാൻ, ശുപാർശ ചോദിക്കാൻ നാം കഷ്ടപ്പെട്ട് നോറ്റ നോമ്പുകൾ സുഹൃത്തുക്കളെ പരലോകത്ത് വരുന്നതാണ്. ഖുർആനുമായിട്ടുള്ള ബന്ധമുണ്ടോ നമുക്ക്? ആ ഖുർആൻ വരുന്നതാണ്. എന്നിട്ട് അവരെന്താ പറയാ അറിയോ നിങ്ങൾ? അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, റബ്ബി ഇന്നി മനഅതുഹു തുആമ ഫശഫ്ഇനി ഫീ. ഈ ചെങ്ങായിൻ്റെ ഭക്ഷണവും പാനീയവും ഒക്കെ തടഞ്ഞു വെച്ച ആൾ ഞാനാണ്. നോമ്പ് പറയുന്നതാണ്. മനഅതുഹു തുആമ വശറാബ്. വിശന്നു, പക്ഷെ ഞാൻ അവനെ തടഞ്ഞു വെച്ചു. ദാഹിച്ചു, ശക്തമായി ദാഹിച്ചു. ആ ഉച്ചക്ക് 12ഉം 1 മണിക്കും 2 മണിക്കും റോട്ടിലൂടെ അവൻ നിർബന്ധമായി കൊണ്ടുപോകേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ അപ്പുറത്തുള്ള ആളുകളൊക്കെ വെള്ളം കുടിക്കുന്ന കണ്ടിട്ടും ശീതള പാനീയങ്ങൾ വിൽക്കപ്പെടുന്ന കണ്ടപ്പോഴും റബ്ബേ നീ ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗം കിനാവ് കണ്ട് ഈ മനുഷ്യൻ അവനത് കുടിച്ചില്ല എന്നാണ്. ഞാനാണ് തടഞ്ഞു വെച്ചത്. അതുകൊണ്ട് ഇന്നവൻ്റെ കൂടെ ഉമ്മയില്ല, വാപ്പയില്ല, ആരുമില്ല. റബ്ബേ, ഏകാംഗിയായി കൊണ്ട് നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അവനെ രക്ഷപ്പെടുത്തണമെന്ന് ഞാൻ നിന്നോട് വക്കാലത്ത് പറയുകയാണെന്നാണ്. അത് സ്വീകരിക്കുന്നതാണ്. അത് സ്വീകരിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത് വെറുതെ എന്തെങ്കിലും ഒരു ഏർപ്പാടല്ല എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കുക. എല്ലാ നിലക്കും നമുക്ക് ഖൈറുകൾ മാത്രം സമ്പാദിക്കാൻ കഴിയുന്ന ഒന്നാണ് നോമ്പ് എന്ന് പറയുന്നത്. ഇത്രയേറെ പ്രതിഫലങ്ങൾ നമുക്ക് നേടിത്തരാൻ കഴിയുമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, നോമ്പ് നോറ്റവർക്ക് മാത്രം കിട്ടുമോ ഈ പറയപ്പെട്ട കൂലിയൊക്കെ? കിട്ടുമോ? കിട്ടുമെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ വിജ്ഞാനവേദി ഇവിടെ അവസാനിപ്പിക്കും.
നിങ്ങൾക്ക് പേരെ പോകാം, നമുക്കെല്ലാവർക്കും പേരെ പോകാം. ഇന്ന് വിജ്ഞാനവേദി കഴിഞ്ഞു. ഈ പറയപ്പെട്ട കൂലിയൊക്കെ അപ്പം അങ്ങനെ ആലോചിച്ച് പടച്ചൊന്നെ ഉൾപ്പെടുത്തുന്നത് നമ്മളൊക്കെ മനസ്സിലുണ്ടായില്ലേ? ഇങ്ങനെ നോമ്പ് നോറ്റവർക്ക് മാത്രം കിട്ടുന്നുണ്ടെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് പറയേണ്ട ആവശ്യമേ ഇല്ല. പക്ഷെ കിട്ടാത്തത് കൊണ്ട് ഇനി കുറച്ച് കാര്യങ്ങൾ പറയണം. ചില കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് ഇതൊക്കെ കിട്ടുള്ളൂ. ഈ റമദാൻ മാസം വരുമ്പോൾ സുഹൃത്തുക്കളെ, ഇത് ഈ നിലക്ക് നമ്മൾ ശരിയാവണ്ണം നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്നുണ്ടെങ്കിലേ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മുടെ വീടൊക്കെ ഇപ്പം ഇങ്ങനെ അല്ലേ വൃത്തിയാക്കുന്ന തിരക്കിലായിരിക്കും ഉണ്ടാകുക. ഇവിടെ എന്തൊരു പേര് അറിയാന്, നനച്ചോളി അല്ലേ? എന്താ, എല്ലാം ഒന്ന് ഫ്രഷാക്കും. എന്തിനാ? വിശുദ്ധ റമദാൻ എന്ന അള്ളാഹുവിൻ്റെ അതിഥിയെ സ്വീകരിക്കാൻ. ഓക്കെ, യു ക്യാൻ ഡു. അതെന്താ, നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ എന്താ അറിയോ, നിങ്ങൾ പെരയും കൂടി മാത്രം ഫാൻ ഇതൊക്കെ ഉഷാറാക്കി കണ്ട് പിന്നെ കഴുകി വൃത്തിയാക്കൊണ്ട് മാത്രം കാര്യമില്ല. ഇത് ഉപകാരപ്പെടണമെങ്കിൽ ഇതിൻ്റെ ഉള്ളത്തൊരു സാധനം കൂടി എന്താക്കണം? അതേതാ? അല വഹിയൽ ഖൽബ്, അത് ഹൃദയമാണ്. അതിനെ പരിശുദ്ധമാക്കിയേ പറ്റൂ. എന്തിൽ നിന്നറിയോ നിങ്ങൾ? പാപത്തിൽ നിന്ന്. അപ്പോൾ ഇപ്പോൾ തന്നെ വിചാരം തുടങ്ങണം, ഇപ്പോൾ തന്നെ തൗബ തുടങ്ങണം. കാരണം എന്താ അറിയോ, ഒരു തെറ്റ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഒരു തെറ്റ് ചെയ്തിട്ടാണ് റമദാനിലേക്ക് നമ്മൾ കയറുമ്പോൾ സുഹൃത്തുക്കൾ തൗഫീക്ക് കിട്ടൂല. ഹിർമാനുത്താഅ, ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, തെറ്റുകൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പടച്ച റബ്ബ് ഇവിടെ തരുന്ന ശിക്ഷ എന്താ അറിയോ, നിങ്ങൾ ഇവിടുന്ന് തന്നെ തരുന്ന ശിക്ഷ എന്താ അറിയോ? നന്മകൾക്കുള്ള അവസരം കിട്ടുമ്പോഴും ചെയ്യാനുള്ള തൗഫീക്ക് കിട്ടൂല എന്നാണ്. അതുവരെ എല്ലാത്തൊരു ഊരവേദന അപ്പോൾ വരും, അതുവരെ എല്ലാത്തൊരു കുഴച്ചിൽ ആ സമയത്തുണ്ടാവും, അതുവരെ ഇല്ലാത്ത തട്ടും തടസ്സവും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ട് ഇല്ലാതെയായി പോകും. അതുവരെ എല്ലാത്ത ഹോസ്പിറ്റൽ കേസൊക്കെ ചിലപ്പോൾ ആ സമയത്ത് വരും, തൗഫീക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് എന്താ അറിയോ സുഹൃത്തുക്കളെ, ഇനിയിപ്പോൾ ഒന്നുമില്ല തന്നെ കൂടാ, ഒന്നുമില്ല. രഹസ്യ ജീവിതത്തിൽ പാപങ്ങൾ ഇങ്ങനെ ചെയ്തു കൂട്ടിയ ആളെങ്ങനെയാണ് റമദാനിൽ പോയിട്ട് കൈ കെട്ടുക? അവനക്ക് എങ്ങനെ ഇതൊക്കെ ലക്ഷ്യം വെച്ചും കണ്ട് ചെയ്യാൻ പറ്റുക? മനസ്സനുവദിക്കൂല. അതുകൊണ്ട് എന്താ അറിയോ, ഇപ്പം തുടങ്ങണം നമ്മൾ. പടച്ചവൻ്റെ എല്ലാ പാപങ്ങളും ഞാൻ നിന്നോട് ഏറ്റു പറയണം റബ്ബേ. റഹ്മാനായ റബ്ബേ, വാരിക്കോരി പുണ്യങ്ങൾ വിതരപ്പെടുന്ന സമയങ്ങളിലേക്ക് എന്നെ നീ ബാക്കിയാക്കണേ റബ്ബേ. ഈ തെറ്റുകൾ കാരണം ഒരു നന്മയും നീ തടഞ്ഞു വെക്കരുതേ റബ്ബേ എന്ന് ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. തെറ്റുകളാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ട് ഇപ്പോൾ തന്നെ അത് പരിഹരിക്കുവാനുള്ള മാർഗങ്ങൾ എടുക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. മറ്റെന്താണെന്നറിയോ, പിന്നെ റഹ്മാനായ റബ്ബ് കർമ്മങ്ങൾ സ്വീകരിക്കാത്ത ചില ആളുകളെ കുറിച്ച് പറഞ്ഞു. അതിലൊന്നാണ് ശിർക്ക് വന്ന ആളുകൾ. അള്ളാഹു അല്ലാത്ത ആരെങ്കിലുമൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ മാറിക്കോളി. അവൻ്റെ ജീവിതത്തിലേക്ക് ഒരു കയ്യിലൊരു ഏലസൊക്കെ ബന്ധിച്ചിട്ട് ആരും ഇരിക്കുന്നുണ്ടെങ്കിൽ ഓലിക്ക് ഒന്നല്ല ഒരു 10 റമദാൻ കിട്ടിയിട്ടൊരു കാര്യമില്ല, റബ്ബൊന്നും സ്വീകരിക്കൂല. റഹ്മാനായ റബ്ബിന് കൊടുക്കേണ്ട അവകാശങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് ശിർക്ക്. ഒരു മനുഷ്യനിക്ക് ചെയ്യാൻ ഏറ്റവും വലിയ പാതകമാണത്. ആ ഷിർക്കിൻ്റെ വിഷാംശം ഉണ്ടായിട്ട് എന്തെല്ലാം നന്മകൾ ചെയ്തിട്ടൊരു കാര്യമില്ല. അവൻ്റെ നോമ്പ് പട്ടിണിയാണ്, അവൻ്റെ നോമ്പ് കേവലം ദാഹം മാത്രമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മനസ്സിൻ്റെ ഉള്ളിൽ തൗഹീദ് ഒന്ന് പുതുക്കാന്ന് പറയാനുള്ളൂ. മറ്റൊന്നെന്താ പറയുക, പിണക്കങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. പിണക്കങ്ങൾ അവസാനിപ്പിക്കാതെ അമലുകൾ റഹ്മാനായ റബ്ബിലേക്ക് ഉയർത്തപ്പെടുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ നോമ്പ് കൊണ്ട് കിട്ടുന്ന മെച്ചൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിലേ ഇതൊക്കെ ആദ്യം തീർക്കണം. ഈ തടസ്സങ്ങളൊക്കെ ഉണ്ട് മാറ്റിക്കും, എന്നിട്ട് അതിനുള്ളിൽ കയറിയിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയത് റമദാന് വരുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. രണ്ടാമത്തെ കാര്യം എന്താ പറയുക, റമദാനിലേക്ക് പ്രവേശിച്ച് നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഏതാ? നോമ്പ് തന്നെയല്ലേ അല്ലേ? റമദാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും വരുന്നത് നോമ്പാണ്. അപ്പോൾ നോമ്പിനായി ഈ പറയപ്പെട്ട കൂലി കിട്ടണമെന്നുണ്ടെങ്കിൽ നോമ്പ് എന്തിനാണോ പടച്ചു നമുക്ക് തന്നത് അതിൻ്റെ പിന്നിൽ ലക്ഷ്യമല്ലേ? അല്ല ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട പിന്നിൽ ലക്ഷ്യമല്ലേ ഉണ്ട്. അപ്പോൾ എന്തിനാ നമ്മളെ നോമ്പ് നോറ്റിക്കുന്നത്? എന്തിനാണ്? വെറുതെ ഇങ്ങനെ പട്ടിണി കിട്ടുകൊണ്ട് പടച്ചവൻ്റെ ഖജനാവിന് വല്ല ആസ്തിയും കിട്ടാനാ? അത് ഏതായിരുന്നാലും ഉണ്ടാവില്ല. കാരണം നോമ്പ് പറഞ്ഞാൽ എന്താണെന്നല്ല നമുക്കറിയാലോ അല്ലേ? ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ റമദാൻ രാത്രി എന്നുള്ളൂ. അവിടെ ഖജനാവിന് വല്ല മെച്ചത്തിന് വേണ്ടി നല്ല സുഹൃത്തുക്കളെ അല്ല പറയാണ് എന്താ, കുത്തിബ പിന്നെ ലഅല്ലക്കും തത്തക്കൂൻ, നിങ്ങൾ തക്കവയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ്. അയ്യുല്ലദീന ആമനൂ കുത്തിബ അലൈക്കുമുസ്സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തക്കൂൻ. അള്ളാഹിനെ കുറിച്ചൊരു പേടി. എന്താ ഇപ്പോൾ തഖ്വ എന്ന് പറഞ്ഞാൽ? അള്ള വിരോധിച്ചത് മുഴുവനും വിട്ടു നിൽക്കുക, അള്ള പറഞ്ഞ കാര്യങ്ങൾ പരമാവധി ചെയ്യുക എന്നുള്ളതാണ്. പരമാവധി തെറ്റ്
ഒഴിവാക്കുക എന്നുള്ളതല്ല, മുഴുവൻ തെറ്റിന്ന് വിട്ടിക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് റമദാനിൽ നമ്മൾ ചെയ്യണ്ടല്ലോ അല്ലേ? റമദാനിൽ നമ്മൾ എന്താ ചെയ്യണം ആലോചിച്ച് നിങ്ങൾ. അല്ല ഹലാലാക്കിയത് പോലും അല്ല ഇഞ്ഞ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യണ്ടോ? അല്ല ഹലാലാക്കി തന്നത് പോലും നമ്മൾ എന്താക്കണം, റമദാൻ്റെ രാപ്പകലുകളിൽ ഒഴിവാക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് അല്ല ഹറാമാക്കി ചെയ്താലും പറ്റൂലേ? പറ്റണം. അപ്പം ആ നിലയിലേക്ക് നമ്മുടെ നോമ്പിനെ കൊണ്ടുവരാൻ കഴിയണം എന്നുള്ളതാണ് സുഹൃത്തുക്കളെ സൂചിപ്പിക്കുവാനുള്ളത്. അതുകൊണ്ട് നോമ്പിൻ്റെ ലക്ഷ്യം പൂവണിയണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തക്കുവക്ക് നിരക്കാത്തതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. സാധാരണ എന്താ പറയുക, നിങ്ങൾ ടൈം പാസ്. ഇനി നമ്മൾ അധികം കേൾക്കുന്ന ഒരു വാക്കതായിരിക്കും ടൈം പാസ്. എന്താ ടൈമിനെ പാസ്സാക്കുക എങ്ങനെയെങ്കിലും അല്ലേ? അപ്പോൾ നോമ്പ് നോറ്റിട്ട് ആ സമയം എങ്ങനെയെങ്കിലും പോക്കാൻ വേണ്ടി ആളുകൾ ചെയ്യുന്ന ഒരു പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങുക എന്നുള്ളതാണ്. ഉറങ്ങി തീർക്കുക. സുബഹിസ്കാരം കഴിഞ്ഞിങ്ങാണ്ട് ഉറങ്ങുക. ഏകദേശം ഒരു 10-11 മണിയാകുമ്പോൾ നീക്കുക. പിന്നെ ഒന്ന് നനയും കൂളിയൊക്കെ കഴിഞ്ഞാൽ നദീനും തേനി പോകുമ്പോഴേക്ക് ലോഹർവാൻ കൊടുക്കാനായി ലോഹസ്കാരം കഴിഞ്ഞാൽ വീണ്ടും ഉറങ്ങുക. പിന്നെ അസറിന് പൊന്തുക. എന്നിട്ട് പിന്നെ നോമ്പ് തുറക്കാനുള്ള കാര്യം. അപ്പോൾ ഏതൊരു കുട്ടി ചോദിച്ചു എന്നാണ് വാപ്പാനത്, നിങ്ങൾക്ക് രാത്രി നോമ്പ് പറ്റൂടെയെന്ന്. അത്ര ഇടങ്ങറില്ലല്ലോ, രാത്രിയാണ് നോമ്പ് പറ്റാൽ പോരെയെന്ന്. ശരിനല്ലേ? അതൊക്കെ എന്ത് മാതൃക സുഹൃത്തുക്കളെ. അല്ല, ക്ഷീണം വന്നു കഴിഞ്ഞാൽ ഉറങ്ങണം, അത് വേറെ കാര്യം. പക്ഷേ ഉറങ്ങാനായിട്ട് റമദാനെ മാറ്റിവെക്കുന്ന പറഞ്ഞാൽ പെരും നഷ്ടമായിരിക്കും. പിന്നെന്താ, ഇപ്പം ടൈം പോകാൻ ഒരു പണിയില്ല. ഇങ്ങനെ ഇതുപോലെ വിജ്ഞാന വേദികൾക്ക് മറ്റൊക്കെ വന്നാലേ നമുക്ക് ടൈം പോകാത്തുള്ളൂ അല്ലേ? പ്രസംഗിക്കുന്ന ആൾക്ക് പെട്ടെന്ന് ടൈം പോകുക വേറെ കാര്യം. പക്ഷെ നമുക്ക് എന്താവില്ല, ടൈം കൊണ്ട് വല്ലാതെ പോകൂല. പിന്നെന്താ അറിയാം, ഇതിങ്ങനെ നടക്കണം, ഒരു വിരലിൽ ഇങ്ങനെ നടക്കുക, സ്ക്രോൾ ചെയ്യുക, എന്താ കാണുന്നത് എന്താ കേൾക്കണം ഒരു പിടുത്തമല്ല. ഹറാമായത് കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു, പകർത്തുന്നു, ഷെയർ ചെയ്യുന്നു, ഒരു കാര്യമില്ല ആ നോമ്പുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത്തരത്തിലുള്ള അബദ്ധങ്ങളിലേക്ക് നമ്മൾ പോകരുത് എന്നുള്ളതാണ് വളരെ ഗൗരവത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. പിന്നെ റമദാൻ എന്ന് പറഞ്ഞാൽ കേവലം നോമ്പ് നോൽക്കാനുള്ള മാത്രമല്ല, പിന്നെന്താ, പരമാവധി നന്മകൾ ചെയ്തു വെക്കാനുള്ള സമയങ്ങളാണ് റമദാൻ എന്ന് പറയുന്നത്. നമ്മുടെ മുൻഗാമികൾ സുഹൃത്തുക്കളെ, അവരൊക്കെ ഉള്ളൊരു പ്രിപ്പറേഷൻ എത്രയുള്ളൂ. അവർ എന്താ പറയുക, മാസങ്ങൾക്ക് മുൻപേ പ്രാർത്ഥന ആരംഭിച്ചിരുന്നു എന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ റമദാനിലേക്കുള്ളൊരു വക അവരെന്താക്കും, ആ ഒരു മാസം കഴിഞ്ഞ് പോകാനുള്ള തുക ഒക്കെ നേരത്തെ സമാഹരിച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് എന്തിനാ, ആ മാസം പ്രത്യേകിച്ച് എന്താവില്ല, വേറെ പണിക്കൊന്നും പോകില്ല. എന്നിട്ട് അവരിതിൻ്റെ പിന്നാണ്ട് കൂടുന്നതാണ്. നേരത്തെ സേവ് ചെയ്ത് വെച്ചിക്കണു, ആ സേവ് ചെയ്ത് വെച്ച് എന്താ എടുത്തുകൊണ്ട് ചെയ്യും. പരമാവധി സമയം നന്മകളിലേക്ക് അങ്ങോട്ട് വിട്ടുകൊടുക്കുന്നതാണ്. ഇന്ന് പല ആളുകൾക്ക് റമദാൻ ഒരു സീസണാണ് അല്ലേ? നമ്മുടെ മുൻഗാമികൾക്ക് റമദാൻ സീസണായിരുന്നു. എന്തിന് നന്മകൾ വാരിക്കൂട്ടാൻ. ഇവിടെ മറ്റു പല കാര്യങ്ങൾ വാരിക്കൂട്ടാനാണ്. അത് വേണ്ടാമെന്നല്ല പറയണത്, പക്ഷെ ഒരു സമയക്രമീകരണ സുഹൃത്തുക്കളെ നമ്മൾ വരുത്തിയേ പറ്റൂ എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് മുൻഗാമികൾ റമദാൻ ഉപയോഗപ്പെടുത്തിയ മനോഹരമായ ചില ഡിസൈനിങ്ങുകളുണ്ട്. അത് നമ്മൾ മനസ്സിലാണ്. ഒന്നെന്താ അറിയോ, വിശുദ്ധ ഖുർആൻ്റെ പാരായണത്തിൽ തന്നെയാണ്. നമ്മുടെ മുൻഗാമികൾ കേവലം നോമ്പൊരിട്ട് ഇങ്ങനെ അന്തം വിട്ടിടുന്നവരൊന്നല്ല. എന്താ, അവർ പിന്നെ ചെയ്ത പ്രധാനപ്പെട്ട പണി, ആമാശയത്തിന് നോമ്പുണ്ട്, അതോടൊപ്പം കൈകളിൽ വിശുദ്ധ ഖുർആനുണ്ട്. അവർ നിരന്തരമായിക്കൊണ്ട് ഓതിയിരുന്നതാണ്. ചില അവരുടെയൊക്കെ റമദാനിലെ ഖത്തം തീർത്ത റെക്കോർഡൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ അന്തം പെടും. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പിന്നെ 60 തവണയാണ് ഖത്തം തീർത്തതെന്ന്. 60 തവണ. അപ്പോൾ ഒരു ദിവസം എത്ര? 2 തവണ അല്ലേ? ഇമാം ഖത്താദ റഹ്മത്തുള്ളാഹി അലൈഹി 30 തവണ. അപ്പോൾ ഒരു ദിവസം മിനിമം 1 തവണ എന്നാണ് അല്ലേ? ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ അവരുടെ പിൻഗാമികളായ നമ്മൾ കഴിഞ്ഞ റമദാനിൽ എത്ര ഖത്തം എന്ന് ഞാൻ ചോദിക്കൂല കേട്ടോ, ഞാൻ ചോദിക്കൂല. ഈ ചോദ്യം നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കുക. ഒരെണ്ണം തീർക്കാൻ ഭാഗ്യം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ എത്രയോ നഷ്ടമായിരിക്കും. 3 ലക്ഷം അക്ഷരങ്ങളുണ്ട്. 3 ലക്ഷത്തിൽ പല അക്ഷരങ്ങളുണ്ടെന്നാണ്. ഒരക്ഷരത്തിന് 10 വെച്ച് കൂട്ടുമ്പോൾ 30 ലക്ഷം നന്മയാണ് ഒരു തവണ ഖത്തം തീർത്താൽ മിനിമം കിട്ടുക. അത് റമദാനിലാകുമ്പോൾ നമുക്കറിയില്ല എത്ര കിട്ടുക എന്നുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു 20 പേജെങ്കിലും മിനിമം ഓതാൻ നമുക്ക് കഴിയണം. അതൊക്കെ പ്ലാനിങ്ങും ഒരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ എന്നുള്ളത് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കി. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ, നിസ്കാരം തന്നെയാണ്. ചില ആളുകളെങ്കിലും ഉണ്ട്, നോമ്പ് വെക്കും നിസ്കരിക്കൂല. അതെന്ത് പരിപാടിയാ? ആ നോമ്പൊരു നോമ്പേ അല്ല. നിസ്കാരം വളരെ പെർഫെക്റ്റ് ആയിക്കൊണ്ട് നിർവഹിക്കാൻ നമുക്ക് കഴിയണം. നമുക്കൊക്കെ ഒരു എന്താ പറയുക, മനസ്സിൻ്റെ ഉള്ളിൽ പ്രിയപ്പെട്ടവരെ ഒരു നിയ്യത്ത് ഉണ്ടാകണം. എന്താ നിയ്യത്ത്?
എൻ്റെ റമദാനിൽ ഞാൻ ഒരു ജമാഅത്ത് ഇൻഷാ അല്ലാഹ് പുരുഷന്മാർ ശ്രദ്ധിക്കുക, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക, ഞാനൊരു ജമാഅത്ത് പോലും ഇൻഷാ അല്ലാഹ് മിസ്സാക്കൂല, പരമാവധി ആദ്യ വക്തിൽ തന്നെ ഞാൻ നിർവഹിക്കും എന്നൊരു തീരുമാനം നമുക്ക് ഉണ്ടാകട്ടെ. റമദാൻ കഴിയുമ്പോഴേക്കും ജമാഅത്തിൻ്റെ വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ അശ്രദ്ധ വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ പരിക്കുകൾ തീർക്കാനുള്ള അവസരമാണിത്. അത് നമ്മൾ ആ നിലയ്ക്ക് ശ്രദ്ധിക്കണം. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, ളുഹർ ഏത് സമയത്താണ് നിസ്കരിച്ച് ഇന്ന് ഞാൻ ചോദിക്കൂല, നിങ്ങൾ ഉത്തരമൊന്നും പറയണ്ട, അതിൻ്റെ ഉത്തരങ്ങൾ മനസ്സിൽ കണ്ടാൽ മതി അല്ലേ. അതൊക്കെ ഇൻഷാ അല്ലാഹ് നേരത്തെ ആക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് ആ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെയാണ് തറാവീഹ് നിസ്കാരവും അല്ലേ. തറാവീഹ് നിസ്കാരം സുഹൃത്തുക്കൾ ആസ്വദിച്ച് നിർവഹിക്കാൻ കഴിയണം. അതപ്പോൾ ഇങ്ങനെ ആസ്വദിച്ച് നിർവഹിക്കാൻ എപ്പോഴാണ് കഴിയുക? നല്ല AC ഉണ്ടെങ്കിൽ അല്ലേ, മനോഹരമായൊരു ഖിറാഅത്ത് നടത്തുന്നൊരു ഇമാമുണ്ടെങ്കിൽ ആസ്വദിക്കാൻ പറ്റും. പക്ഷേ AC ഉണ്ടെങ്കിലും നല്ല കാരീൻ്റെ ബാക്കിൽ പോയി നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിലേക്ക് പോയ സാധനം നമ്മൾ ക്രമീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. എങ്ങനെയെങ്കിലും കഴിഞ്ഞിട്ടിയാൽ മതി എന്നായിരിക്കും. ചിലരൊക്കെ സുജൂദ് കിടന്ന് ഉറങ്ങാണ്. എത്ര വലിയ അബദ്ധം ആലോചിക്കും നിങ്ങൾ. നോമ്പ് ഒറ്റ ക്ഷീണമല്ല, തിന്ന ക്ഷീണമാണ്. സാധാരണ നമ്മൾ പറയും റെയിൽവേ ഗേറ്റ് തുറന്ന പോലെ പറയും അല്ലേ. റെയിൽവേ ഗേറ്റ് തുറന്നാൽ എങ്ങോട്ട് വരുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞ പോലെ പകലിൽ അല്പം പട്ടിണി കിടക്കാൻ പറഞ്ഞ റബ്ബിനോടുള്ള പകവീട്ടൽ പോലെയാണ് എന്താക്കണേ പല ആളുകളുടെ തീറ്റ കണ്ടു കഴിഞ്ഞാൽ. അങ്ങോട്ട് അങ്ങോട്ട് ഉലാത്തതൊക്കെ പറയില്ലേ, ആഘോഷിക്കുക. ഇനിയിപ്പോൾ ഇങ്ങനെ കാണാം നോമ്പ് തുറ, എന്താ പറയുക, നോമ്പ് തുറ വിഭവങ്ങൾ കോണാണ് ഇങ്ങനെ കണ്ടമാനം. എന്നിട്ടോ വൈകുന്നേരം ഇങ്ങോട്ട് പയിച്ച് ചെറുളിഞ്ഞങ്ങാണ്ട് ഇങ്ങോട്ട് അങ്ങാടിക്കൊണ്ട് ഇറങ്ങുമ്പോൾ ഇതൊക്കെ പാടണ്ട് കാണുമ്പോൾ JCBൻ്റെ കൈ മാന്ത്രം പോലെയൊക്കെ നമ്മളിങ്ങനെ വാങ്ങുക, ഒക്കെ പാടണ്ട് വാങ്ങിയിട്ട് കൂട്ടും. ഇത് വാങ്ങുമ്പോൾ ഭയങ്കര പൂതിയിരിക്കുക, ഒരു ആക്രം ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും. കിട്ടാതെ നിൽക്കുന്ന സമയത്ത് ഒക്കെ പാടെ തിന്നുന്നതായിരിക്കും വിചാരിക്കുക. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതെന്തായുണ്ട് തീരുമാനമായി ഉണ്ടാവും. പിന്നെ ഇപ്പോൾ കായ് എടുത്ത് മേടിച്ചതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എന്താക്കണം കലാ വീട്ടാൻ വേണ്ടി ഇങ്ങോട്ട് തിന്നാണ്. ഇതൊക്കെ പാടുണ്ട് തിന്നാണ് നിറച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് ആലോചിക്കണം റഹ്മാനായ റബ്ബെ 8:30 ആയില്ല, ഇശാ പിന്നെ തറാവീഹിന് പോകണ്ടേ എന്നുള്ളത്. അപ്പോൾ ചിലർ പറയും നിങ്ങൾക്ക് ഭയങ്കര ക്ഷീണ, നിങ്ങൾ പോയിക്കളിയും കാക്ക കഴിഞ്ഞു, ഓളുടെ ഒരു നിസ്കാരം കഴിഞ്ഞു. മറ്റുള്ള പറയും അതിപ്പോൾ തറാവീഹ് ഇപ്പോൾ സുന്നത്തല്ലേ ഉള്ളൂ. സുന്നത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലുകൊണ്ട് തട്ടുള്ള സാധനം എന്ന് വിചാരിച്ച് പൊന്നാര സുഹൃത്തെ, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. അതിനുള്ളതാ സാധനം. അതുകൊണ്ട് എന്താ അറിയോ, സാധാരണ നമ്മൾ പറയാറുണ്ട് പിന്നെ എന്താ പറയുക, വേവോളം കാത്തുനിന്ന് കഴിഞ്ഞാൽ ഇനി ഒരു 6ഓളം എന്നുള്ള സാധനങ്ങൾ പറയാറില്ല. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് 10-13 മണിക്കൂർ നമ്മൾ പിടിച്ചെന്നില്ലേ. അപ്പോൾ അത്യാവശ്യമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചൊന്നും മാറ്റി കഴിഞ്ഞാൽ ആ തറാവിസ്കാരം കൂടി നമുക്കുള്ളതാണ്. തറാവിസ്കാരം കൂടി അത് ആസ്വദിച്ച് നിർവഹിക്കാനുള്ളതാണ്. എത്ര സുജൂദുകൾ ആ സുഹൃത്തുക്കളെ നമ്മൾ നിർവഹിക്കുന്നത്, അതിലൊക്കെ മനോഹരമായ അർത്ഥ തലങ്ങളിലേക്ക് കൊണ്ടുവരാൻ കഴിയണ്ടേ. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. മറ്റൊന്ന്, നമ്മുടെ മുൻഗാമികൾ റമദാൻ ശ്രദ്ധിച്ചിരുന്ന മറ്റു കാര്യം എന്താ പറയുക, ഉദാരമതികളായിരുന്നു എന്നുള്ളതാണ്. ഉദാരമതികൾ എന്ന് പറഞ്ഞാൽ എന്താ, കഴിവിൻ്റെ പരമാവധി ഒരു സ്വതക്കുകൾ കൊടുത്തിരുന്നു എന്നാണ്. സാധാരണ നമ്മൾ പറയാറുണ്ട് ഈ വർത്താനൊക്കെ ഇതോടുകൂടെ നിർത്തണം കേട്ടോ. ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കളിയാക്കലാണ്. എന്താ പറയുക നിങ്ങൾ, പിന്നെ പിശാചുക്കളെ മുഴുവനും കെട്ടിടും, പിരിവാര മൊത്തം തുറന്നു വിടുന്നു. ഇപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ കൊല്ലം റംസാനക്ക് ഒരു ക്ലാസ് എടുക്കുമ്പോൾ സമയത്ത് മഗ്‌രിബിൻ്റെ സമയത്ത് മഗ്‌രിബ് നിസ്കാരത്തിനുള്ള ഒരു ചങ്ങായി വിജ്ഞാനവേദിയിൽ ഒരാൾ വന്നിട്ട് പിന്നെന്താ ഒരു പിരിവിനെ കുറിച്ച് പറയാം. അപ്പോൾ എവിടെ അറിയാം നിങ്ങൾ, നോർത്ത് ഇന്ത്യൻ്റെ ഏതോ ഒരു കുതാമയിലുള്ള ഒരു പള്ളിക്ക് വേണ്ടിയിട്ടാണ്. ഇത് റമളാൻ ആയതുകൊണ്ടല്ലേ നമുക്ക് കിട്ടിയത്, നമ്മളിങ്ങനെ പറയണേ എന്താ അവിടെ ഉള്ളൊക്കെ ഇവിടെ പൊന്നാര സുഹൃത്തെ. ഇപ്പം നമ്മൾ 10 റുപ്യേന് കൊടുത്തു, 10 റുപ്യ നമ്മൾ കൊടുത്തു. നമ്മുടെ ഒരു ഓഹരി അവിടെ വീണോ, അവിടെ ഇനി ഒരു തൗഹീദിൻ്റെ പള്ളി വന്നു എന്ന് കൂട്ടുക. അള്ളാഹുവിൻ്റെ പ്ലാനിങ് പ്രകാരം വർഷങ്ങൾക്കപ്പുറം അതൊരു തൗഹീദിൻ്റെ വലിയ കേന്ദ്രമായിക്കൊണ്ട് മാറുകയാണെങ്കിൽ ഈ 10 റുപ്യ നമുക്ക് മുതലായോ? അതുകൊണ്ട് ബി പോസിറ്റീവായിക്കൊണ്ട് ചിന്തിക്കണം. നമ്മൾ എല്ലാത്തിനും പരലോകം കണ്ടോളി. ഇനി ഒന്നുമില്ല, 10 പൈസ നമുക്ക് കൊടുക്കാമല്ലേ പടച്ചോനെ, ഒന്നുമില്ല, ഗൂഗിൾ പേയിൽ നോക്കിയപ്പോൾ ഒക്കെ കഴിഞ്ഞിരിക്കണ്, കൈയിട്ട് നോക്കിയപ്പോൾ ഒരു പോക്കലിൽ കിട്ടിയിട്ട് എന്തില്ല 10 റുപ്യ കിട്ടാനില്ല. അങ്ങനത്തെ അവസരമൊക്കെ ഒരു പക്ഷേ നമുക്കൊക്കെ ഉണ്ടാകും അല്ലേ. പടച്ചോൻ കരകയറ്റുമാറാകട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താ വേണ്ട അറിയാം, ഒരു പ്രാർത്ഥിച്ചാൽ മതി. നമ്മളെ റബ്ബിനെ അറിയാലോ അല്ലേ. പക്ഷെ എന്താ അറിയാം, നമ്മൾ അതിനൊന്നും ഒരു നെഗറ്റീവ് അർത്ഥത്തിൽ പറയാൻ പാടില്ല എന്നുള്ളതാണ് അതിൽ സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, നോമ്പ് തുറപ്പിക്കണം നമ്മൾ ഇൻഷാ അല്ലാഹ്. എന്താ നോമ്പ് തുറപ്പിച്ചാൽ നമുക്ക് കിട്ടുക അറിയാം,
ഒരു നോമ്പുകാരനായ ഒരു മനുഷ്യനെ നോമ്പ് തുറപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എത്രയാണോ പ്രതിഫലം അതൊക്കെ നമുക്കും കിട്ടുന്നതാണ്. അതൊക്കെ നമുക്കും കിട്ടും. അതിന് ഗ്രാൻഡ് പരിപാടി നടത്തിയിട്ട് അന്ന് മഗ്‌രിബ് ജമാഅത്തും പോക്കി, ഇശാ ജമാഅത്തും പോക്കി, തറാവീഹ് നിസ്കാരം പോക്കി. എന്താ ഇവിടെ ആരും കാണാത്ത? അവിടെ നോമ്പുറപ്പിക്കല. എന്നിട്ട് ആ നോമ്പുറപ്പിക്കൽ കാരണമാണ് അവിടെ കൂടിയ ആളുകൾക്ക് മൊത്തം ജമാഅത്ത് നഷ്ടപ്പെട്ടത്. പിന്നെ ഇപ്പം എന്താ നോമ്പുറപ്പിക്കൽ കൊണ്ട് കാര്യം? നോമ്പ് തുറപ്പിക്കൽ സുന്നത്തേ ഉള്ളൂ. ആ ഫർനിസ്കാരാണ് പോയത്. അതൊന്നും പറ്റൂല. അതുകൊണ്ട് അവിടങ്ങളിലൊക്കെ ഒരു ആഘോഷമാമാങ്കത്തിലേക്ക് പോകാതെ വളരെ കണ്ണിങ് ആയിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്തു വെക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ തന്നെ മനസ്സിലുണ്ടാകണം, ഇൻഷാ അല്ലാഹ് ഒരു 30 നോമ്പ് നോൽക്കാൻ ഈ ഒറ്റത്തടിക്ക് കഴിയുള്ളൂ, അല്ലേ? 30 നോമ്പ് നോൽക്കാനേ നമ്മക്കൊണ്ട് കഴിയുള്ളൂ ഒരു മാസം മൊത്തം നമ്മളെ ഹയാത്തിലുണ്ടെങ്കിൽ. പക്ഷേ നമ്മൾ കാരണം ഒരു 60 പേരെ നമ്മൾ നോമ്പ് ഓർപ്പിച്ചിട്ടുണ്ടെങ്കിലോ, നമ്മുടെ 30 ഓലെ 60 എത്ര കിട്ടി? 90 നോമ്പായി. അത് ഓരോരുത്തരും ഇനി കയറ്റി പിടിച്ചാളെ. ഓരോരുത്തരുടെയും പടച്ചോൻ തന്ന പിന്നെ സമ്പത്തുനിന്ന് സുഹൃത്തുക്കളെ അതിനൊക്കെ വേണ്ടിയിട്ടാണ് മാറ്റിക്കേണ്ടത്. ഈ ഇട്ടതും ഉടുത്തതും അനുഭവിച്ചതും ആസ്വദിച്ചതും ട്രിപ്പടിച്ചതൊക്കെ കഴിഞ്ഞു. അതൊന്നും ഖബറിലുണ്ടാവൂല. ഖബറിൽ നമ്മളെ കാത്തിരിക്കുന്ന വിഭവങ്ങൾ എന്താ സുഹൃത്തുക്കളെ? സ്വതക്കയിൽ നിന്നും കൊടുത്തതാണ്. അസ്വതക്കത്ത് ബുർഹാനുൻ, സ്വതക്ക എന്നുള്ളതൊരു തെളിവാണ്. അവൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിൽ ഈമാൻ ഉണ്ടെന്നതിൻ്റെ തെളിവാണ് സ്വതക്ക എന്നാണ്. അതിന് പരലോകത്തിലെ നേട്ടം മനസ്സിൻ്റെ സ്ക്രീനിൽ പതിയാത്തൊരാൾക്കും പോക്കറ്റിൽ തപ്പിയ പൈസ കിട്ടൂല. കിട്ടിയിട്ടുണ്ടോ? ഓൻ്റെ ഉള്ളിൽ പരലോകം ഉണ്ടെന്നുള്ള സത്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ പോക്കറ്റ് മണി എന്നൊക്കെ പ്രിയപ്പെട്ട ഉമ്മമാരെ കുറച്ചൊക്കെ മാറ്റിച്ചാളി. ഒക്കെപ്പാട് നമ്മൾ അനുഭവിക്കാനുള്ളതല്ല. ഇൻഷാ അല്ലാഹ് കുറച്ചൊക്കെ ഈ പറയപ്പെട്ട ഫണ്ടിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം എന്നുള്ളതാണ് പറയുക. അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് എന്താ പറഞ്ഞത്? കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസി ബിൽ ഖൈരി എന്നാണ്. നന്മയിൽ പിന്നെന്താ പറയുക, അടിച്ചു വീശുന്ന കാറ്റിനെ പോലെ. ആര്? റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ടോപ്പായി സ്വതക്ക കൊടുത്തത്. ആ സാധുവിൻ്റെ അടുത്ത് എന്താ കൊടുക്കാനുള്ളത്? എന്താ കൊടുക്കാനുള്ളത്? അല്ല, എന്താ അബൂബക്കർ ഇവിടെ? അതിപ്പോൾ ഒന്നുമില്ല, നിങ്ങളെന്തിനാണ് അപ്പോൾ ഇവിടെ വന്ന് അതിനെന്നെ പഴിച്ചിട്ട് വന്നിക്കണേ, വിശന്നിട്ട് പേരെ തപ്പിയിട്ട് ഒന്നും കിട്ടല, ആയിഷോ എന്തേലും ഉണ്ടോ? ഒന്നുമില്ല റസൂൽ എന്ന് പറഞ്ഞപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. കുറച്ചിങ്ങനെ വയ്ക്കപ്പോൾ ഉണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വരണേ. അപ്പോൾ എന്താ ഇപ്പോൾ ഇവിടെ? ഒന്നുമില്ല, പെരയിലൊന്നുമില്ല, അവിടെ തിന്നാൻ എന്തെങ്കിലും കിട്ടും വെച്ചിട്ട് നോക്കി ഇറങ്ങിയതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കൂടെ വരണേ. 3-4 പാട് അങ്ങനെ നട്ടം തിരി, ഇങ്ങനെ വട്ടം തിരി. എന്താ ഇപ്പോൾ ഇതിപ്പോൾ അല്ലേ? അപ്പോഴാണ് ഒരു സാധു എന്നാക്കണത് കൊടുക്കണം. നിങ്ങൾ ആലോചിക്കുകയും ആ സാധുവിനെ കുറിച്ചിട്ടാണ് പറയണത് ഏറ്റവും വലിയ ഇപ്പം എന്താ പറയുക, ധർമ്മിഷ്ഠനായിരുന്നു. എന്താ അങ്ങനെ പറയാനുള്ള കാരണം എന്താ അറിയോ? ഉള്ളതിൽ നിന്ന് കൊടുത്തതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഉള്ളതിൽ നിന്നും കൊടുത്തതിനെ കുറിച്ചാണ് പറയുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ കൊടുക്കുന്ന തുകയുടെ വലിപ്പമൊന്നല്ല അവിടെ പ്രധാനം. എത്ര? ആ മനസ്സാണ്. ഇപ്പം 1500 റുപ്യ എന്താ പറയുക, പിന്നെ പെൻഷൻ കിട്ടുന്നൊരു സഹോദരി ആകെ 3,500 നോട്ടേ ഇനി കിട്ടുള്ളൂ. ഇപ്പുറത്ത് 3 കോടി റുപ്യ ഉള്ള ഒരാളുണ്ടെന്ന് കൂട്ടും. 3 കോടി റുപ്യ അല്ലേ? ഈ സഹോദരി ഇതിൽ നിന്നും ഒരു 500 രൂപ മാറ്റി വെച്ചൊന്ന് കൂട്ടുക. ആ കൂലി കിട്ടണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ 3 കോടി റുപ്യുള്ള ആസ്തിയുള്ള ആൾ എത്ര റുപ്യ മാറ്റിയേക്കണം? എത്ര മാറ്റിയേക്കണം? 1 കോടി റുപ്യ മാറ്റിയേക്കണം. വേണ്ടേ? ഈ സഹോദരിയുടെ മൂലധനത്തിൻ്റെ 1/3 കൊടുത്തു. ഈ കൂലി അവന് കിട്ടണമെങ്കിൽ അവന് 1 കോടി റുപ്യ കൊടുക്കണം. ശരിയല്ലേ? അതുകൊണ്ട് നമ്മൾ എത്ര കൊടുത്തു എന്നുള്ളതല്ല, കൊടുക്കുമ്പോഴുള്ള നമ്മുടെ മനസ്സ് അത് ഏറ്റവും പ്രധാനമാണ്. അത് നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത്. മറ്റൊന്ന് സുഹൃത്തുക്കളെ, സംസാരം നല്ലോണം നിയന്ത്രിക്കണം എന്നാണ്. സംസാരം നോട്ടമൊക്കെ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം എന്നാണ്. റസൂൽ കരീം മഹാന ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്ന വല്ലാത്തൊരു വാക്കുണ്ട്. ഇദാ സുംത, സഹോദര നീ നോമ്പ് നോൽക്കുകയാണെങ്കിൽ ഫൽ യസും സംഉക വബസറുക വലിസാനുക, എൻ്റെ കണ്ണും എൻ്റെ കാതും എൻ്റെ നാവും ഒക്കെ നോമ്പ് നോക്കട്ടെ എന്നാണ്. എന്താ നോമ്പ് വെക്കുക? നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? പിടിച്ചു വെക്കുക എന്നാണ്. ആ സിയാം എന്ന് പറഞ്ഞാൽ അൽ ഇംസാക്ക് എന്നാണ്, പിടിച്ചു വെക്കുക. എന്തെന്ന്? ഭക്ഷണത്തിൽ നിന്നും ആമാശയത്തിന് പിടിച്ചു വെക്കണം മാത്രമല്ല, ഹറാമിൽ നിന്നും കണ്ണിനെയും കാതിനെയും നാവിനെയും ഒക്കെ പിടിച്ചു വെക്കണം. ഗീബത്തും നമീമത്തും ആ രൂപത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ നമ്മൾ പിടിച്ചു വെക്കണം, കൺട്രോൾ ചെയ്യണം, ജിഹാദ് ചെയ്യണം. അസ്വിയാമു ജുന്ന, നോമ്പിനത് കഴിയും. നോമ്പ് എന്ന് പറഞ്ഞാൽ അതൊരു പരിചയമാണെന്നാണ്. പിശാചിനെതിരെ പോരാടാനുള്ള പടവാളാണ് സുഹൃത്തുക്കളെ നോമ്പ്. അതുകൊണ്ട് എന്താ അറിയോ, ഈ നോമ്പട് കഴിയുമ്പോഴേക്കും ഇൻഷാ അല്ലാഹ് ഒരു സാക്ഷാൽ സ്വർഗാവകാശിയുടെ
എല്ലാ ക്വാളിറ്റികളും പരിശീലിച്ചെടുത്തവളായി നമുക്ക് മാറാൻ കഴിയണം. റബ്ബ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊന്ന്, സമയം ശരിക്കും ഉപയോഗപ്പെടുത്തിയതാണ്. സമയം ശരിക്കും ഉപയോഗപ്പെടുത്തി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുന്നു, നിങ്ങളെല്ലാ പാചക സ്കില്ലുകളും പുറത്തെടുക്കാനുള്ള ദിവസങ്ങളല്ല ദയവ് ചെയ്ത് റമദാൻ. എന്നുവെച്ചാൽ നിങ്ങൾ 11 മണിക്കിന് അടുക്കള കയറിയിട്ട് ഇഴ്ത്തികാഫിരിക്കുക ചില ആളുകൾ. നിങ്ങളല്ല കേട്ടോ, ഏതൊക്കെയോ ചില ആളുകൾ അങ്ങനെയാണ്. നിങ്ങളതിൽ ഉൾപ്പെടാൻ പാടില്ല. എന്നിട്ടോ അവിടെ പാചക റാണി ഉണ്ടാവും, പാചക സൈനബ് ഉണ്ടാവും, മറ്റൊരു മറിച്ചവരൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഓരൊക്കെ യൂട്യൂബിൽ ഇങ്ങനെ നോക്കിക്കോ, ഷോർട്സ് റീൽസൊക്കെ നിങ്ങളെ മൊബൈലൊക്കെ നിറഞ്ഞിങ്ങനെ തുളുമ്പും. 2 വീഡിയോ കണ്ടാൽ മതിയാകും, പിന്നെ കഴിഞ്ഞു. നമ്മൾക്കിങ്ങനെ ഉണ്ടാക്കാൻ വകുപ്പില്ല, നമ്മൾ ഉണ്ടാക്കിപ്പിക്കുന്ന ആളുകളാണ്. ഇതിങ്ങനെ ആക്രങ്ങനെ കൂടുകയും ഇച്ചിങ്ങനെ നിൽക്കുമ്പോൾ അതിങ്ങനെ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ നമ്മളെ മൊബൈലിലേക്ക് ഇങ്ങനെ വരും മറ്റേ സാധനങ്ങൾ. അപ്പോൾ ഇടേ ഇതൊന്നും ഉണ്ടാക്കിക്ക, അതിനെന്താ വേണ്ടത്, അതിന് 4 ഇത് മറ്റേത് മറിച്ച് നമ്മളിങ്ങനെ ഓടുക ഫുൾ ടൈം തന്നെ. തിന്നാനായിട്ടുള്ള കുറേ ജന്മങ്ങൾ, സുഹൃത്തുക്കളെ, അതൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് ഇൻഷാ അല്ലാഹ്. ആ സമയം അതിൻ്റെ അർത്ഥം ഇതൊന്നും ഉണ്ടാക്കേണ്ടെന്നല്ല, ഇതിനു വേണ്ടി ആഗ്രഹം നമ്മുടെ മുഴുവൻ സമയവും നമ്മൾ എന്താക്കണം, വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത് ഇൻഷാ അല്ലാഹ്. അതേപോലെ തന്നെ പ്രിയപ്പെട്ട നല്ല ഗൗരവം ശ്രദ്ധിക്കണം മറ്റൊന്നാണ് നമ്മുടെ മക്കളുണ്ടല്ലോ. ഇപ്പോൾ ഈ ഓടിച്ചാൽ നടക്കുന്ന നമ്മുടെ മക്കളുണ്ടല്ലോ, അവരെ സുഹൃത്തുക്കളെ ശരിക്കും നമ്മൾ സ്വർഗത്തിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആക്കി എടുക്കേണ്ട സമയത്തിന് സന്ദർഭത്തിലുള്ളത്. നമ്മൾ മാത്രം ഓടല്ല, നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മകളും നമ്മുടെ മക്കളെയും പഠിപ്പിക്കുക. തറാവീഹിന് വരെ നേരത്തെ കടത്ത് ഉറക്കിയിട്ടല്ല വരണ്ടേ, ഓരും കൂടി വന്നോട്ടെ. കുറച്ചൊരു ഒച്ചമുളിയൊക്കെ ഉണ്ടാവും. മദീനത്തെ പള്ളിയിൽ ഒച്ച ഉണ്ടായിട്ടില്ലേ, ഹറമിൽ ഒച്ച ഉണ്ടായിട്ടില്ലേ, ഉണ്ടേന്ന് അവരത് ചെറുപ്പത്തിൽ കാണട്ടെ. റമദാൻ എന്ന് പറഞ്ഞ ഇതാണ് അവരുടെ വൈബ്. ഇതൊക്കെ ആയിരിക്കണം. നമ്മൾ നിസ്കരിക്കണ ഒരു കാരണം, നമ്മൾ നോമ്പ് നോക്കണ ഒരു കാരണം, നമ്മളെല്ലാ നന്മകളും പ്രിയപ്പെട്ടവരെ അവർ ശ്രദ്ധിക്കണം. അവർക്കും ചില റമദാൻ ടാസ്കുകൾ കൊടുക്കണം, സമ്മാനങ്ങൾ പ്രഖ്യാപിക്കണം. ആ പൈസ ഒന്നും നമുക്ക് എവിടെയും പോകില്ല. നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിക്കണോ, നമ്മൾ നമ്മുടെ മക്കളെ നോമ്പ് നോൽക്കാൻ പരിശീലിപ്പിച്ചത് കൊണ്ട് അവരിഞ്ഞ് അവരുടെ ആയുസ്സിൽ നോക്കണ നോമ്പൊക്കെ നമുക്കുള്ളതാണെന്നേ. അതിൻ്റെ മെച്ചത്തിരപ്പം നിങ്ങൾ പറയണ ആലോചിക്കും. നമ്മൾ കാരണം നമ്മുടെ കുട്ടി നോമ്പ് നോറ്റ് ശീലിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കാരണം നമ്മുടെ കുട്ടികൾ ഖുർആൻ പാരായണം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ കാരണം നമ്മുടെ കുട്ടികൾ സ്വതക്ക ഇങ്ങനെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ കാരണം നമ്മുടെ കുട്ടികൾ റമദാൻ മാസത്തിൽ ഇങ്ങനെ തറാവീഹിനൊക്കെ പോയി ശീലിച്ചിട്ടുണ്ടെങ്കിൽ, അതെല്ലാം നമ്മുടെ കണ്ണടയുമ്പോൾ നിലക്കാത്ത ഉറവകളായിക്കൊണ്ട് സഹോദര സഹോദരി വന്നിരിക്കും. ഇതാ മാത്തബിനു ആദം ഇൻ കതഅമലുഹു ഇല്ലാ മിൻ സലാസ് പറഞ്ഞില്ലേ, അതിലൊന്നാണത്. നല്ല മക്കൾ, നല്ല സ്വതക്കത്തും ജാരിയ, അതുപോലെ തന്നെ കബറിലേക്ക് എത്തുന്ന മറ്റു വിഭവങ്ങൾ, അതൊക്കെ വരും നമുക്ക് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് അവരെ നന്നായി പരിശീലിപ്പിച്ചെടുക്കേണ്ട ഒരു പ്രത്യേക സമയത്തും സന്ദർഭത്തിലുമാണ് ഉള്ളത് എന്നുള്ളതാണ് സൂചിപ്പിക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് നല്ലൊരു പ്ലാനിങ് ഉണ്ടായിക്കോട്ടെ, നല്ലൊരു പ്ലാനിങ് നമ്മളെല്ലാത്തിലും ഇല്ലേ. ഇപ്പോൾ ഈ പ്രോഗ്രാം വെറുതെ ഉണ്ടായത് ആണോ? ഇവിടെ ഏത് ഫ്ലക്സ് വരണം, അവിടെ എന്ത് വരി വരണം, ഇവിടെ ഏത് മറ വരണം, ഇതൊരു പ്ലാനിങ്ങിൻ്റെ ഭാഗമല്ലേ അല്ലേ? നമ്മളെ പെരയിൽ ഒരു കല്യാണം നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കല്യാണത്തിന് അന്നിട്ട് പോകല ആണോ? അല്ലല്ലോ, ഒക്കെ പ്ലാനിങ് ആണ് അല്ലേ? പ്ലാനിങ് ഇല്ലാത്ത ഒന്നും വിജയിച്ചിട്ടില്ല. അന്നിലാമു അസാസു നജാഹ് എന്ന് പറയാം. അതുകൊണ്ട് എന്താ അറിയോ, നമ്മളുടെ റമദാൻ എങ്ങനെയായിരിക്കണം എന്ന് ഇപ്പോൾ തന്നെ നല്ലൊരു പ്ലാനിങ് വേണം. ഞാൻ ഇത്ര പേരെ നോമ്പ് ഉറപ്പിക്കും, ഞാൻ ഇത്ര ക്യാഷ് ഇൻഷാ അല്ലാഹ് സ്വതക്കക്ക് വേണ്ടി മാറ്റിവെക്കും, ഞാൻ ഇത്ര തവണ ഖത്തം തീർക്കും, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും, എൻ്റെ അവസാനത്തെ എഴുത്തിക്കാഫ് ഇവിടെയായിരിക്കും, ലൈലത്തുൽ ഖദർ ഞാൻ പ്രതീക്ഷിക്കും തുടങ്ങിയിട്ട് ഇൻഷാ അല്ലാഹ് നല്ല 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 നെയ്യത്തുകൾ ഇപ്പോൾ തന്നെ ഇൻഷാ അല്ലാഹ് ഉണ്ടായിക്കോട്ടെ. അതൊക്കെ ഇപ്പോൾ ആത്മാർത്ഥമായ നെയ്യത്തുണ്ട് എങ്കിൽ, അതിലേക്ക് എത്താതെയാണ് നമ്മുടെ മരണമെങ്കിൽ സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും ആ നെയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ. നമ്മുടെ മുമ്പിലേക്ക് ഒരു ചെറിയ ഒരു ബക്കറ്റ് ഇങ്ങനെ വരുന്നുണ്ട്. ഒന്നുമല്ല, നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ ചിലവ് ഇന്ന് കഴിഞ്ഞ് പോകണം. നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളിവിടെ കൂടിയത് അടുത്തൊരു റമദാൻ, പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമദാൻ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്ന പ്ലാനിങ്ങിന് വേണ്ടിയിട്ടായിരുന്നിട്ടുള്ളത്. വലിയ കൂലിയാണ് ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ റിസൾട്ടായി നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അപ്പം നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ പങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ ഉണ്ടാകുന്ന എല്ലാ ഹൈറുകളും, ഈ സംസാരം കേട്ടിട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കുന്ന എല്ലാ ഹൈറുകളുടെയും ഒരു ഓഹരി ഇതുമായി സഹകരിച്ച ഒരാൾക്ക് കിട്ടുമെന്നുള്ളതാണ് പറയാനുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ സ്വതക്കയുടെ വിഹിതം, ഇന്നത്തെ ഒരു വിഹിതം ഇൻഷാ അല്ലാഹ് അതിലേക്ക് പോകണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. അതുകൊണ്ട് നല്ല രൂപത്തിൽ ഇൻഷാ അല്ലാഹ് ഖുർആൻ പാരായണം ചെയ്യാനും പഠിക്കാനും QVP എക്സാം, അത് കേവലം ഒരു എക്സാമിന് വേണ്ടി നടത്തണമല്ല,
അതൊരു വെറുതെ ഒരു കാരണമാണ്, ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ള കാരണമാണ്. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ കുറച്ചുകൂടി വ്യവസ്ഥാപിതമായി ഖുർആൻ വിജ്ഞാന പരീക്ഷ ഉണ്ട്. അത് നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. സുഹൃത്തുക്കളെ, നിയ്യത്ത് എന്ന് പറയുമ്പോൾ കുറച്ച് മര്യാദകൾ കൂടെ ഞാൻ ഇപ്പോൾ നോമ്പിൻ്റെ ചില മര്യാദകൾ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഒന്നെന്താ അറിയോ? നിയ്യത്ത് വെക്കുക എന്നുള്ളതാണ്. എന്താ നിയ്യത്ത് വെക്കണ്ടേ? നവൈത്തു സൗമഗതി എന്നൊന്നുമല്ല. അങ്ങനത്തെ ഒരു നിയ്യത്ത് ചൊല്ലിപ്പറയുന്നൊരു അവസ്ഥയേ നമുക്കില്ല. അങ്ങനത്തെ ഒരു സംഭവമല്ല. മറിച്ച് എന്താ ഉണ്ടാകേണ്ടത്? നമ്മുടെ മനസ്സിൽ ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ നോമ്പുകാരനാണ് എന്നൊരു ചിന്ത ഉണ്ടാകണം എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. അത് എന്തുകൊണ്ടാണ് ഫറലിൻ്റെ നിയ്യത്ത് നേരത്തെ തന്നെ വെക്കണം എന്ന് പറഞ്ഞ കാരണം എന്താണെന്നറിയോ? സുന്നത്തായ നോമ്പ്. ഇപ്പം നമ്മൾ രാത്രി കിടക്കുമ്പോൾ ഞാൻ നാളെ സുന്നത്ത് നോമ്പെന്ന് നോൽക്കുന്നു, എനിക്ക് പ്ലാനിങ് ഇല്ലയെന്ന് കൂട്ടിക്കോ. ഞാൻ പിറ്റേ ദിവസം വന്നു, സുബഹിസ്കാരം കഴിഞ്ഞ് ഞാൻ എന്താക്കിയിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല എന്ന് കൂട്ടിക്കോ, ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല. അപ്പം ഇങ്ങനെ പോണ സമയത്ത് ഇന്നലെ കിടക്കുമ്പോൾ ഒരു പ്ലാനിങ്ങിൽ ഒന്നുമില്ല. ഇന്നിപ്പോൾ ഞാൻ ഇതുവരെ ഏതെന്നാലും ഭക്ഷണം വെള്ളമൊന്നും കുടിച്ചിട്ടില്ല, ഇവിടെ മുതൽ എനിക്കാണ് നോമ്പാണെന്ന് പറഞ്ഞാൽ എന്താക്കാം, അവനക്ക് ആ നോമ്പ് തുടരാം. പക്ഷെ അങ്ങനത്തെ ഒരു കേസിന് ഏതിനില്ല, റമദാനിനില്ല. ഇത്രയുള്ള നിയ്യത്തുമായി ബന്ധപ്പെട്ട വിഷയം. അതല്ലാതെ നവൈത്തു സൗമഗദീൻ എന്നതായ ഫറല്ലായ എന്ന് പറഞ്ഞുകൊണ്ടുള്ള രൂപത്തിലൊന്നും ഒന്നിനുമില്ല. അത് ഈ നിയ്യത്ത് ചൊല്ലിപ്പറയുന്ന കാര്യം ചുരുക്കം ചില കാര്യങ്ങൾക്ക് നമുക്ക് കാണാൻ പറ്റുള്ളൂ. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ കർമ്മങ്ങൾക്കും ഉണ്ടാകേണ്ട കാര്യമാണ്, എല്ലാ കർമ്മങ്ങൾക്കും. ഈ സദസ്സിലേക്ക് വരുമ്പോൾ നമുക്കൊരു നിയ്യത്ത് വേണ്ടേ? നിങ്ങൾ ആരെങ്കിലും അറബിയിൽ ചൊല്ലി പറഞ്ഞവരുണ്ടോ? ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മൾ മനസ്സിൽ തന്നെ പ്ലാൻ ചെയ്തു, എന്താ ഇൻഷാ അല്ലാഹ് ഇതൊക്കെ നന്നായിട്ട് പറയുമ്പോൾ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ അതിനൊക്കെ ഒരു കൂലി എന്താണ് നമുക്ക് കിട്ടുന്നുള്ളത്, അല്ലേ? അതന്നെ നെയ്യത്ത്. ഈ സദസ്സിൽ വന്നിരിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് മലക്കുള്ള പ്രാർത്ഥന കിട്ടണം, അതാണ് നെയ്യത്ത്. നമ്മുടെ മനസ്സിന് കരുതലാണ് നെയ്യത്ത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നെയ്യത്ത് പറയലല്ല, നെയ്യത്ത് നമ്മൾ മനസ്സിൽ കരുതുക എന്നുള്ള സൂചിപ്പിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്താ അറിയോ? അത്താഴം ബറക്കത്തുള്ള ഭക്ഷണമാണ്. അതൊരാൾ സ്കിപ്പാക്കരുത്, ഒരാളും സ്കിപ്പാക്കരുത്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസഹറു ഫഇന്ന ഫി സുഹൂരി ബറക. നിങ്ങൾ അത്താഴം കഴിക്കണം, ആ അത്താഴത്തിൽ എന്തുണ്ട്? ബറക്കത്തുണ്ട് എന്നാണ്. അതൊരു ഇറക്ക് വെള്ളമാണെങ്കിൽ പോലും, ഒരു കാരക്കച്ചുകളാണെങ്കിൽ പോലും, ആ സമയത്തൊന്ന് എണീറ്റ് അത്താഴം കഴിക്കുന്നു എന്ന നെയ്യത്തോടു കൂടെ എന്താക്കുക, കഴിക്കുക എന്നുള്ളത്. കാരണം എന്താ അറിയോ? മലക്കുകൾ അത്താഴം കഴിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതാണ്. അപ്പോൾ ചില ആളുകളും അത്താഴം കഴിക്കും. ചില ആളുകൾ എപ്പോഴാണ് അത്താഴം കഴിക്കൽ? ഓല് വിചാരിച്ചത് നോമ്പാകുമ്പോഴേക്കും വിശക്കണം എന്നാണ്. എന്നിട്ട് നേരത്തെ 1 മണിക്കാണ് നീച്ചിട്ട് അത്താഴം കഴിക്കുന്ന ആളുകളുണ്ട്. അതൊന്നും ഇല്ല സുഹൃത്തുക്കളെ. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്താഴം കഴിക്കുക മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, എപ്പോൾ കഴിച്ചു എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമാണ്. എപ്പോഴാണ്? അള്ളാഹ് റസൂലിൻ്റെ അത്താഴവും സുബഹി ബാങ്കും ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് ഏകദേശം 50 ആയത്ത് ഓതാനുള്ള ഗ്യാപ്പാണ്. 50 ആയത്തൊക്കെ ഓതാനുള്ള ഒരു 5-10 മിനിറ്റിന് സമയമാണ് അവിടെ ഉള്ളത്. അത്രയും അത്താഴം കൊണ്ട് പിന്തിപ്പിക്കലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത്താഴം കഴിച്ച് കുറച്ച് ഗ്യാപ്പ് ഉണ്ടാകും. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. ആ ഗ്യാപ്പ് എന്തിനാ? വീണ്ടും കടന്നുറങ്ങിയിട്ട് സുബഹിൻ്റെ ജമാഅത്ത് നഷ്ടപ്പെടുത്താനാ? അല്ല. പല ആളുകൾക്കും പറ്റുന്ന അബദ്ധം അതാണ്. പിശാച് എങ്ങനെയെങ്കിലും 2 നന്മ കുറക്കാൻ പറ്റുമെന്ന് നോക്കുക. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്താഴത്തിന് സമയം പറഞ്ഞപ്പോൾ സ്വഹാബാക്കൾ പറഞ്ഞതൊക്കെ ആയത്തുമായി ബന്ധപ്പെട്ടാണ്. ഇത്ര ആയത്ത് ഓതി എന്ന് പറഞ്ഞത്. അപ്പോൾ ആ സമയം പ്രവാചകൻ എന്തിനാണ് ഉപയോഗിച്ചത്? ഖുർആൻ പാരായണം ചെയ്യാനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു സമയം നമ്മൾ ഹൈറുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതേപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളതൊക്കെ അതിൽ സൂചിപ്പിക്കാറുള്ളത്. പിന്നെ നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, അനാവശ്യമായി കൊണ്ട് പിന്തിപ്പിക്കരുത് എന്നുള്ളതാണ്. സമയമായാൽ ബാങ്ക് പിന്നെന്താ പറയുക, നോമ്പ് തുറക്കുക എന്നുള്ള, ബാങ്ക് കേട്ടാൽ നോമ്പ് തുറക്കുക എന്നുള്ളതല്ല. അപ്പോൾ ഇന്ന പള്ളി തന്നെ കേൾക്കട്ടെ, അവിടെ തന്നെ ഉറച്ചോട്ടെ, അതൊക്കെ ഒരു വസ്വാസാണ്. നമ്മൾ എന്താക്കണം, മനസ്സിലാക്കണം. സമയമായി കഴിഞ്ഞാൽ നോമ്പ് തുറക്കുന്ന സാഹചര്യം ഉണ്ടാകണം. കഴിയുമെങ്കിൽ ആദ്യം ഈത്തപ്പഴം കൊണ്ടും, അത് കഴിയില്ല എങ്കിൽ കാരക്ക കഴിച്ചും പിന്നീട് വെള്ളം കുടിച്ചുമാണ് നമ്മൾ എന്താക്കേണ്ടത്, നോമ്പ് തുറക്കേണ്ടത്. ആ നോമ്പ് തുറക്കാനിരിക്കുന്നൊരു സമയം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് അന്ന് നോറ്റ നോമ്പ് സ്വീകരിക്കാനെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കണ്ടേ, അല്ലേ? അപ്പോൾ സമൂസ 4 ഇവിടെ, അപ്പോൾ അവിടുന്ന് വെള്ളം ഇങ്ങോട്ട് ഇറങ്ങണ്ട, അതൊക്കെ ഉണ്ടാവണം. പക്ഷെ അവസാനത്തൊരു 5 മിനിറ്റെങ്കിലും എല്ലാം കഴിഞ്ഞ്, എല്ലാ തിരക്കുകളും കഴിഞ്ഞ് നമ്മൾ ആ ബാങ്കും കാത്ത് ഒരു 5 മിനിറ്റ് നമ്മളിങ്ങനെ ഭക്ഷണത്തിൽ നോക്കിയിരിക്കൂലേ, അല്ലേ? അത് വെറുതെ വെള്ളം ഇറക്കാനുള്ള മാത്രമുള്ള സമയമല്ല, എന്താ, പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. ആ സമയം നമ്മൾ എന്താക്കണം, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം. സുഹൃത്തുക്കളെ, നോമ്പ് തുറന്നാലും പ്രാർത്ഥനയാണ്. നോമ്പ് തുറന്നാലും പ്രാർത്ഥന. അപ്പോൾ നോമ്പ് തുറക്കാൻ പറഞ്ഞാൽ കാരക്കണ്ട് കടിച്ചു പിന്നെ പ്രാർത്ഥന നടത്തലല്ല. ആ നോമ്പ് തുറക്കലിൻ്റെ പ്രാർത്ഥനയുടെ അർത്ഥം നോക്കി നമുക്ക് മനസ്സിലായത് എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്. എന്താ? എന്തൊരു മനോഹരമായ പ്രാർത്ഥന വെച്ചിരിക്കും. ദാഹമായിരുന്നു 13 മണിക്കൂറും, ആ ദാഹം നീങ്ങി.
വബത്തല്ലത്തിൽ ഉറൂക്കു, നാടി ഞരമ്പുകളൊക്കെ നനഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ? ആ വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് അതാക്കേണ്ട പറയേണ്ടത്. വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ്, അല്ല ഉദ്ദേശിച്ചാൽ ഞാൻ എന്തിനാണ് ഈ നോമ്പൊക്കെ നോറ്റത് അതിൻ്റെ പരിപൂർണമായ പ്രതിഫലം ഇൻഷാ അല്ലാഹ് റബ്ബ് എനിക്ക് തരുന്നതാണ്. അങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത്രയും കാര്യങ്ങളൊക്കെ നമ്മളതിൻ്റെ ഒരു ആദാബുമായി ബന്ധപ്പെട്ട് ചര്യകളുമായി ബന്ധപ്പെട്ട് കൂടെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. അതുകൊണ്ട് പിന്നെ അനാവശ്യമായ ചില വസ്വാസുകൾ ചില ആളുകൾക്കെങ്കിലും ഉണ്ടാകും. എന്താ? പിന്നെ സ്പ്രേ അടിക്കാൻ പാടില്ല, അത്ര ഉപയോഗിക്കാൻ പാടില്ല, അത്ര അടിച്ചാൽ നോമ്പ് തുറക്കും. അതേപോലെ തന്നെ ഇഞ്ചക്ഷൻ എന്താ പറയുക, നമ്മൾ ഷുഗർ നോക്കിക്കഴിഞ്ഞാൽ അല്ലേ, പ്രഷർ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ നോമ്പ് പോകും എന്ന ചില അനാവശ്യമായ വസ്വാസുകളുണ്ട്. അതൊന്നുള്ള കാര്യം, ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. നോമ്പ് മുറിയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞപ്പോൾ ഭക്ഷണത്തിന് സമാനമായ വല്ല കുത്തിവെപ്പുകൾ നടത്തിയാൽ എന്തുള്ളൂ? നോമ്പ് മുറിയുള്ളൂ. ഇപ്പോൾ നമ്മൾ ഗ്ലൂക്കോസ് കയറ്റി, ഞങ്ങൾ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല, 4 ഗ്ലൂക്കോസ് രാവിലെയും ഉച്ചക്ക് വൈകുന്നേരമൊക്കെ ഓരോ ഗ്ലൂക്കോസ്, എങ്ങനെ ഉണ്ടാവും? നല്ല രസം ഉണ്ടാവില്ലേ? ഓടിച്ചാടി നടക്കുക, എന്താ ഓരോ ഗ്ലൂക്കോസൊക്കെ കയറ്റിന്. അപ്പോൾ അങ്ങനെയുള്ള സംഗതികൾ വന്നാൽ എന്തായി? അവൻ്റെ നോമ്പ് മുറിയും. കാരണം എന്താ? ഭക്ഷണത്തിൻ്റെയും പാനീയത്തിൻ്റെയും പകരമായി കൊണ്ടുള്ള ഒരു സംഗതി അതിൻ്റെ ഉള്ളിൽ കയറിയാൽ പ്രശ്നമാണ്. എന്നാൽ ചെവിയിൽ പിന്നെ എന്താ പറയുക, നമ്മൾ തുള്ളിമരുന്ന് ഒറ്റിച്ചു, മൂക്കിൽ ഒറ്റിക്കാതിരിക്കലാണ് എപ്പോഴും പണ്ഡിതന്മാർ സേഫായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ സാധാരണഗതിയിൽ നമ്മൾ പിന്നെ നല്ല രൂപത്തിൽ എന്താക്കണം, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റാന്ന് പറഞ്ഞു. നോമ്പുകാരനാകുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. കാരണം എന്താ? അതിങ്ങോട്ടേക്ക് അണ്ണാക്കിലേക്ക് എത്താനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ്. ചില ആളുകൾ മുങ്ങി കുളിക്കാൻ പാടില്ല എന്ന്, അങ്ങനെയൊന്നുമില്ല. ഷവറിൻ്റെ അടിയിൽ പോയി നിൽക്കാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ എന്താ നോമ്പ് നോറ്റ് ക്ഷീണിച്ച് വെയിലൊക്കെ കൊള്ളുന്ന സമയത്ത് എന്താക്കിയിട്ടുണ്ട്? ആ വെള്ളം എടുത്തിട്ട് പാർന്ന് കുളിക്കുന്ന എനിക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ വളരെ വിചിത്രമായൊരു സംഭവമാണ്, ചില ആളുകളിലും പറയും നോമ്പ് നോറ്റ ആളുകൾ പല്ല് കേൾക്കാൻ പാടില്ല എന്നിട്ട് എല്ലാവർക്കും പ്രയാസപ്പെടുന്ന രൂപത്തിൽ ജീവിക്കുക. അതില്ല. ഇപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെന്താ, പിന്നെ നോമ്പുകാരൻ്റെ വായിൽ നിന്ന് വരുന്നൊരു ദുർഗന്ധമാണ്. സ്വാഭാവികമായിട്ടും ആമാശയത്തിലേക്ക് വെള്ളവും പാനീയവും കാര്യങ്ങളൊന്നും വരാതിരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഒരു ഫോൾ സ്മെല്ലുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് അള്ളാഹു റസൂൽ എന്താ പറഞ്ഞത്? അത്വയബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക് എന്ന് പറഞ്ഞ്, കസ്തൂരിയേക്കാൾ സുഗന്ധമായിരിക്കുന്ന ആളെ പരലോകത്തു നിന്നാണ്. അതിൻ്റെ അർത്ഥം ഇത് മുഴുവൻ വൃത്തിയാക്കാതെ പരമാവധി കസ്തൂരി ആക്കട്ടെ എന്നർത്ഥത്തിലല്ല, അത് പരലോകത്തെത്തുമ്പോൾ ഒരു ആദരവിനെ കുറിച്ച് പറഞ്ഞ സാധനമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പല്ലേക്കാതെ ബാക്കിയുള്ളവരെ അടങ്ങറാക്കി നടക്കണം എന്നല്ല അതിൻ്റെ ഷറഹ് എന്നുള്ളത് നമ്മൾ എന്താക്കുക മനസ്സിലാക്കുക. പല്ലൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് തന്നെയാണ് എന്താക്കേണ്ടത് പോകേണ്ടത്. അത് ദുർഗന്ധം വമിക്കുന്ന സമയത്തൊക്കെ പല്ലൊക്കെ നല്ല വൃത്തിയാക്കി ആരാധനാ സജ്ജമായി നിൽക്കണം അല്ലേ. ഈ നാവിൽ ബാക്കിയുള്ള അറാമുകളൊക്കെ നമ്മൾ മാറ്റിച്ചു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന നാവാണ്, അദ്കാറുകൾ ചൊല്ലുന്ന ഉരുവിടുന്ന നാവാണ്, നന്മകൾ സംസാരിക്കുന്ന നാവാണ് അല്ലേ. ആ വായ എപ്പോഴും വൃത്തിയാകണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഇപ്പോൾ വിശുദ്ധ ഖുർആൻ്റെ പാരായണത്തിന് മര്യാദ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് പണ്ഡിതന്മാർ പറഞ്ഞു കാണാൻ കഴിയും, മിസ്വാക്ക് ചെയ്തിട്ട് എന്താക്കണം വരണമെന്നാണ്. ലൗലാൻ അശുക്ക അല ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാക്ക് ഇൻദ കുല്ലി വുളു. അല്ലാഹു റസൂൽ പറഞ്ഞു, എൻ്റെ ഉമ്മത്തിന് ഭാരമാകില്ലായിരുന്നുവെങ്കിൽ എല്ലാ പിന്നെ വുളു എടുക്കുന്ന സമയത്തും നിർബന്ധമായിക്കൊണ്ട് ബ്രഷ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അത്രയും പ്രവാചകൻ ശ്രദ്ധിച്ച കാര്യമാണ്. നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോഴും പ്രവാചകൻ അറാക്കിൻ്റെ കൊള്ളിയോടെ എന്താക്കിയിട്ടുണ്ട്. ഇതൊക്കെ റമളാൻ മാസത്തിൽ വേണ്ട ടോളീന്ന് എന്താക്കിയിട്ടില്ല അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്തത് കൊണ്ട് ആ കാര്യങ്ങളൊക്കെ അപ്പോഴും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പല്ല് തേക്കുക എന്ന് പറഞ്ഞാൽ അസ്സിവാക്കു മത്ഹറത്തും ലിൽ ഫമി വമർലാത്തും ഇൻദ റബ്ബി. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, വായക്ക് ശുദ്ധി മാത്രമല്ല, അള്ളാഹുവിൻ്റെ അരികിൽ തൃപ്തിക്കുള്ള കാര്യം കൂടിയാണെന്ത് പിന്നെ ദന്തശുദ്ധീകരണം എന്ന് പറയുമ്പോൾ അത് കേവലം ബാക്കിയുള്ള മാസത്തിനല്ല, റമളാൻ മാസമാകുമ്പോൾ വേണ്ടെന്നല്ല സൂചിപ്പിക്കുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള അനാവശ്യമായ വസ്വാസുകളൊക്കെ നമ്മൾ മാറ്റിവെച്ച് ധൈര്യസമയം നമ്മൾ നോമ്പ് നോൽക്കുക. സുഹൃത്തുക്കളെ വീണ്ടും വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത് ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കണം എന്നാണ്. ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കണം. ഇപ്പോൾ നമ്മൾ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം നമ്മുടെ മനസ്സിൽ കിട്ടിയിട്ട് വെളിച്ചുണ്ടാവും അല്ലേ. ഇത് മായാതെ മറയാതെ മങ്ങാതെ അണയാതെ ഇൻഷാ അല്ലാഹ് റമളാനിലുടനീളം ഈ സാധനം ഉണ്ടാകണം. നമുക്ക് നല്ല പ്ലാനിങ് ഉണ്ടാകണം. പ്രത്യേകിച്ച് വിജ്ഞാന സദസ്സുകളും എമ്പാടും കിട്ടും ഇൻഷാ അല്ലാഹ്. റമളാൻ ആകുമ്പോൾ റമളാൻ വിജ്ഞാന വേദികൾ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. ആ ആളുകൾ പൈസ തരാണ് എന്തിന്? അവിടെ വരുന്ന ആളുകൾക്ക് നിങ്ങൾ അവിടെ നോമ്പ് തുറക്കാനുള്ള സൗകര്യം കൊടുത്തോളൂ. ആയിരങ്ങളും പതിനായിരങ്ങളാണ് സുഹൃത്തുക്കളെ ഓരോ നോമ്പിന് കിട്ടുന്നത്. എന്തിനാ അറിയുങ്ങൾ? അതുമായി ബന്ധപ്പെട്ട ഷുഗലൊക്കെ ബിസി എന്നൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയം വന്നിട്ട് ദീന് കേട്ടോളിന്നാണ്. ഇങ്ങനെ മനസ്സ് പാകപ്പെട്ട് കിട്ടുന്ന സമയം ഈ റമളാനിലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എന്താ അറിയോ,
പരമാവധി നന്മകൾ ചെയ്ത് പരമാവധി ദീന് പഠിക്കാനുള്ള ഒരു സമയം കൂടി സന്ദർഭം കൂടിയും ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് നിരന്തരമായി നമ്മൾ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഇതൊക്കെ റമദാൻ കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്കുള്ള പിന്നെ മുന്നോട്ടുള്ള യാത്രയിൽ ഇതെല്ലാം നമുക്ക് ഇൻഷാ അല്ലാഹ് ഉപകരിക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. ഏതായിരുന്നാലും ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ മനസ്സിൽ നല്ലൊരു സന്തോഷമൊക്കെ ഉണ്ടാകണം. റഹ്മാനായ റബ്ബ് നമുക്ക് നൽകാൻ പോകുന്ന ഈ ഒരു ഉന്നതമായ പ്രതിഫലങ്ങൾ മുഴുവനും നമുക്ക് ഇനിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കണം. നമ്മളെല്ലാവരും ഇൻഷാ അല്ലാഹ് പ്രാർത്ഥിക്കണം. എത്ര പേർക്കാണ് അതിന് അവസരം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. എല്ലാവരുടെയും മനസ്സ് നല്ല നെയ്യത്തുകളെ കൊണ്ട് നിറയേണ്ട സമയമാണിത്. കാരണം ആ നെയ്യത്തുണ്ടെങ്കിൽ തന്നെ ഇൻഷാ അല്ലാഹ് റബ്ബിൻ്റെ സഹായമുണ്ടാകും, റബ്ബിൻ്റെ റഹ്മത്തുണ്ടാകും, ബറക്കത്തുണ്ടാകും. ഇൻ കേസ് നമ്മളെങ്ങാൻ റമദാൻ എത്തുന്നതിന് മുൻപ് റഹ്മാനായ റബ്ബിലേക്ക് യാത്ര തിരിക്കേണ്ടി വന്നാലും നമ്മൾ ഈ നെയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാളെ പരലോകത്തേക്ക് വരിക. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ റമദാൻ കഴിയുമ്പോഴേക്കും അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനായി, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനായി, എല്ലാ പാപങ്ങളും കഴുകിക്കളഞ്ഞവനായി, എല്ലാ ഗുണങ്ങളും നേടിയെടുത്തവനായി, എല്ലാ രംഗത്തുള്ള വിശുദ്ധി നേടിയെടുത്തവനായി ഒന്ന് മാറാനുള്ള തൗഫീക്ക് നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ടാ സഹോദര ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ഒരു അവസരം റബ്ബ് നമുക്ക് നൽകുന്നത്. ഇത് നമ്മളെ ഇടങ്ങറാക്കാനല്ല, നമ്മളെ പ്രയാസപ്പെടുത്താനല്ല. അല്ലാഹ് ഒരുക്കി വെച്ച സ്വർഗത്തിലേക്ക് വരണോ, നമ്മൾ പോകണം. നമുക്ക് ചില ക്വാളിറ്റികൾ ഉണ്ടാകണം. ഉഇദ്ദത്തിൽ മുത്തഖീന പറഞ്ഞ് പാസ് കിട്ടണോ, മുത്തഖീങ്ങളാകണം. നമുക്ക് നോമ്പ് എന്തിനാ? തഖ്വ ഉണ്ടാകാൻ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കറകളഞ്ഞ ഇഖ്ലാസിൻ്റെ ഉടമകളാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. റഹ്മാനായ റബ്ബ് പറഞ്ഞ കേട്ട കാര്യങ്ങളെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാക്കാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. റഹ്മാനായ റബ്ബ് ഇവിടെ കൂടിയിരുന്നത് പോലെ തന്നെ നാളെ അവൻ്റെ ജന്നാത്തിൽ ഫിർദൗസിലും ഒരുമിച്ചിരിക്കാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നലകൾ വന്നുപോയ നമ്മുടെ പാപങ്ങൾ അള്ളാഹു നമുക്കെല്ലാവർക്കും വിട്ട് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ചെയ്തു വെച്ച എല്ലാ നന്മകളും റഹ്മാനായ റബ്ബ് നമുക്ക് സ്വീകരിക്കുമാറാകട്ടെ. ഈ ഒരു വിശുദ്ധ റമദാനിനെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്ന മഹാഭാഗ്യവാന്മാരിൽ, ബുദ്ധിമാന്മാരിൽ നമ്മെല്ലാവരെയും റഹ്മാനായ റബ്ബ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ഇതിനേക്കാൾ സന്തോഷത്തോടുകൂടെ അവൻ്റെ ജന്നാത്തിൽ ഫിർദൗസിലും ഒരുമിച്ചിരിക്കാനുള്ള തൗഫീക്ക് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, വരാനിരിക്കുന്ന റമദാനിലേക്ക് എങ്ങനെ നമ്മൾ ഒരുങ്ങണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വളരെ വ്യക്തമായിക്കൊണ്ട് നമുക്കിവിടെ വിശദീകരിച്ചു തന്നു. ഇൻഷാ അല്ലാഹ് ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലേക്കാൾ ഏറ്റവും മികച്ച രൂപത്തിലുള്ള ഒരു റമദാൻ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി തരട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി ഇവിടെ ക്ലാസ് എടുത്തു തന്ന അഷ്റഫ് അൽ ഹിക്കമി നമ്മുടെ ജാമിയയിലെ ലെക്ചറാണ്. അദ്ദേഹത്തിന് നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിന് സ്വാഗതമർപ്പിച്ച മണ്ഡലം യൂത്ത് സെക്രട്ടറി അബ്ദുൽ ഗഫൂർ താഴേക്കോടിനും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും, ആദ്യാവസാനം കേട്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഈ പ്രോഗ്രാമിന് വേണ്ടി പ്രയത്നിച്ച അതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഓടി നടന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിപ്പിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിച്ചായി അറിയിക്കുന്നു. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.